أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, ഹിജറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറിയൊരു ബോധവൽക്കരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിജറ എന്നാൽ ത്യജിക്കുക, വെടിയുക എന്നൊക്കെയാണ് അർത്ഥം. ആദർശത്തിന് വേണ്ടി ബലത്തിൽ അള്ളാഹു പ്രകാരം സ്വദേശി മറ്റു സൗകര്യങ്ങളുമെല്ലാം വിട്ട് വിദേശത്തേക്ക് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോകുന്നതാണ് സാങ്കേതിക പ്രയോഗത്തിൽ ഹിജറ എന്ന് പറയുന്നത്. വിടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അൽ മുഹാജിറു മൻ മാൻ അഹല്ലാഹു, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ് മുഹാജിർ എന്ന ഹദീസിൽ കാണും. അതുപോലെ പലയിടത്തും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പിണങ്ങുന്നതിന് ഹജറ എന്ന് പറയും, ഒരു കാര്യം ഒഴിവാക്കുന്നതിന് ഹജറ എന്ന് പറയും. മുസ്ലിംകളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമാണ് അള്ളാഹു അംഗീകരിച്ച് കാണുന്നത്. ഒന്ന് ഹിജറ ചെയ്തു പോകുന്നവരാണ്, മറ്റൊന്ന് അവർ ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഹിജറക്ക് വന്നോ ആ ലക്ഷ്യത്തിൽ അവരെ സഹായിക്കുന്നവരാണ്. മുഹാജിറുകളെന്നും അൻസാറുകളെന്നും പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യം ഇസ്ലാമിൽ കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും, അതായത് ആദർശബലത്തിൽ സൗകര്യങ്ങൾ വിടിഞ്ഞ് വിദേശത്തേക്ക് പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആൾക്കാർ, അവിടെ പ്രതികൂല സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന അൻസാറുകൾ. വല്ലദീന തബഅഹും ബിഇഹ്സാൻ, അവരെ അനുകരിച്ച ആൾക്കാർ. ഇഹ്സാൻ എന്നാൽ പ്രത്യേകം പഠിപ്പിക്കേണ്ട ഒരു സാങ്കേതിക പദമാണ്. അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിന്റെ രക്ഷിതാവിനെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിനാണ്. അപ്പോൾ ഈ മുഹാജിറുകളെയും അൻസാറുകളെയും അവരുടെ പരിശ്രമ പരിഗണനത്തിൽ അവർ സഹായിക്കുന്നതിൽ സഹകരിക്കുന്ന, അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം സഹായിക്കുന്ന വിഭാഗവും റളിയല്ലാഹു അൻഹും വറളു അൻഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. അള്ളാഹു അവർക്ക് നിർഗളമായ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗാരാമങ്ങൾ കാലാകാലം അതിൽ താമസിക്കുന്ന അവകാശത്തോടുകൂടെ നൽകുന്നതാണ്. അള്ളാഹു ഒരുക്കി വച്ചിരിക്കുകയാണ്. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും മഹത്തായ വിജയം. ഒരു രീതിയിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് അള്ളാഹു ഹിജറയും ആൾക്കാരുടെ സഹകരണത്തെയും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് വിഭാഗം പറഞ്ഞത് ആദ്യകാലത്ത് ഈ പ്രവർത്തനം ചെയ്ത് മാതൃകാഴ്ചകളെ കുറിച്ചല്ല, അവരെ അതേ രീതിയിൽ അനുകരിക്കുന്നവരെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇസ്ലാമിക പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ധാർമ്മിക പ്രവർത്തനത്തിന് ഒരു നിദാനമായാണ് അക്കാലത്തുള്ള മുഹാജിറുകളെയും അൻസാറുകളെയും അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതമാണ്. ഇന്ന ദീന ഇൻദ. ഒരുപാട് ജീവിത ശൈലികളുണ്ട് മനുഷ്യന്മാർക്ക്. പല കാലഘട്ടത്തിലും പല സ്ഥലത്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ അള്ളാഹു സ്വീകരിക്കുന്ന ജീവിത ശൈലി അത് ഇസ്ലാമിൻ്റെ ശൈലിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ്റെ തിരുദൂതരുടെ അധ്യാപനം അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഇസ്ലാം എന്ന അനുസരണം. അത് നിർവഹിക്കുന്ന ആൾക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഈ ഒരു ഉപകാരം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം അള്ളാഹുവിൻ്റെ ഉപകാരമാണ്. അതിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരമാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സൃഷ്ടിയായി മനുഷ്യരെ അള്ളാഹു തആല പടച്ച് ഇങ്ങോട്ട് ആനയിച്ചു. ഇവിടെയുള്ള വസ്തുക്കളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യനിവിടെ ഇല്ലെങ്കിൽ ഈ വസ്തുക്കൾക്കൊന്നും കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല.
ന തൂ ജമീൻ കെ ലിയേ ഹേ ന ആസ്മാൻ കെ ലിയേ, നീ ഭൂമിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനോ ആകാശത്തിന് വേണ്ടി പടക്കപ്പെട്ടവനല്ല. ജഹാഹ തേരെ ലിയെ തൂ നഹി ജഹാൻ കെ ലിയെ, ഈ ലോകം നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നീ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അഥവാ നീ ഇല്ലെങ്കിൽ ഈ ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ഇല്ലാതെ വന്നാൽ നിന്റെ ജീവിതം നിശ്ചലമായി തീരുകയോ അല്ലെങ്കിൽ ദുഷ്കരമായി തീരുകയോ ചെയ്യും. നിന്റെ ഉപകാരത്തിന് വേണ്ടിയാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു ശിക്ഷണം അള്ളാഹു തരണമല്ലോ. അതിന് വളരെ ശക്തമായ വ്യക്തമായ ഒരു മാർഗം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളും സ്വീകരിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഫാക്ടറി വലിയൊരു മിഷനറി ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന, അതിൻ്റെ പ്രയോഗത്തെപ്പറ്റി പറയുന്ന ഒരു ഗൈഡ് ബുക്ക് കൂടെ കൊടുക്കും. ഒരു ഗൈഡ് ഉണ്ടാവും. വലിയൊരു മിഷനറി ആണെങ്കിൽ അത് പ്രയോഗിച്ച് കാണിക്കാൻ പറ്റിയ എഞ്ചിനീയർമാർ അയച്ചു കൊടുക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജീവിതത്തെ കണ്ടത് ഒരു ചെറിയ കാര്യമായിട്ടല്ല, മനുഷ്യനെ കണ്ടത് ഒരു ചെറിയ ജീവിയായിട്ടല്ല. ഈ മനുഷ്യൻ മഹാജീവിയാണ്. നീ ഒരു ചെറിയ കീടമാണ് വിചാരിക്കുന്നതല്ല, നീ വലിയൊരു പ്രപഞ്ചം അടങ്ങിയിട്ടുണ്ടെന്നൊരു ബുദ്ധിമാൻ പറഞ്ഞതുപോലെ മനുഷ്യന് മഹാജീവിയാണ്. അവരാണ് ഇവിടുത്തെ ജീവികളെ, ഇവിടുത്തെ മൃഗങ്ങളെ, വസ്തുക്കളെ എല്ലാം സ്വന്തം കാര്യത്തിന് കൊണ്ട് ഉപയോഗപ്പെടുത്തിയത്. മറ്റൊരു ജീവിയും മറ്റൊരു വസ്തുവും മനുഷ്യനെ അങ്ങനെ ഉപയോഗപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയില്ല. ഈ ശ്രേഷ്ഠനായ മനുഷ്യനെ, അജയ്യനായ മനുഷ്യനെ അള്ളാഹു വെറുതെ പടച്ചു വിട്ടതല്ല. എന്താണ് ഈ ഉദ്ദേശം? മറ്റൊക്കെ മനുഷ്യന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കായ മത്സ്യങ്ങൾ ദിവസേന ജീവൻ കൊടുക്കുന്നു മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ പലതും ഞാൻ പറഞ്ഞു നിർത്തുന്നില്ല, എല്ലാവർക്കും ചിന്ത മനസ്സിലാക്കും. ഈ ലോകം മുഴുവൻ അള്ളാഹു നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സുഹൃതം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സ്വർഗം പടച്ചിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നരകം പടച്ചത്. അങ്ങനെ ചിന്തിച്ചാൽ ഇഹലോവും പരലോവും ഒക്കെ മനുഷ്യന്റെ പേരിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യൻ ലോകത്തിന് അനുഗ്രഹമായി തീരണം. അതിനുള്ള അറിവാണ് പ്രവാചകൻ മുഖേന മനുഷ്യ സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുള്ളത്. അത് നമുക്ക് വേദഗ്രന്ഥങ്ങൾ എന്ന പേരിൽ പരിചയപ്പെടുത്താം. ധാരാളം ചെറുതും വലുതുമായ വേദങ്ങൾ അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റിയ പ്രവാചകന്മാർ ലക്ഷക്കണക്കിൽ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തനതായ രൂപം മങ്ങിപ്പോകുമ്പോൾ, ആദർശം പോലെ ഒരു ആചാരം പോലെ അക്കായി മാറുമ്പോൾ അതിന് വീണ്ടും ചൈതന്യം നൽകാൻ വേണ്ടി, വീണ്ടും അഭ്യാസം നടത്താൻ വേണ്ടി പരിശുദ്ധ ദീനിൻ്റെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ മനുഷ്യൻ ആണ് എല്ലാവരുടെയും പിതാവ്, അവരുടെ പത്നിയാണ് എല്ലാവരുടെയും മാതാവ്. ഇത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാനവരാശി പുറകോട്ട് വരുന്നതും വികസിക്കുമ്പോൾ മുമ്പോട്ട് പോകുന്നതോറും അത് സങ്കോചിക്കും. അപ്പോൾ അവസാനം ഒരു മനുഷ്യനുണ്ടാവും. ഒരു മനുഷ്യന് ആണായാൽ മാത്രം മതിയാവില്ല, അയാൾക്ക് ഒരു പെണ്ണും വേണം. ഈ ആദ്യത്തെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കാൻ, ജന്മം നൽകാൻ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവുകയില്ല എന്ന് തീർച്ചയാണ്. ഗണിതശാസ്ത്രം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തും. അപ്പോൾ ആദ്യത്തെ ആണും പെണ്ണും എങ്ങനെ ഉണ്ടായി? അതിന് ഉത്തരം ഇതെല്ലാ ഗുണങ്ങളും നൽകി, യോഗ്യത നൽകി സർവശക്തനായ അള്ളാഹു ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചൊരുക്കിയതാണ്. അങ്ങനത്തെ ഒരു ശക്തനായ അള്ളാഹു സൃഷ്ടാവ് നമ്മുടെ പുറകിലുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ. ആ വിശ്വാസത്തിന് വരുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും വൈഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സൃഷ്ടിയുടെ സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓരോ കാലമാറ്റങ്ങളും അവൻ വരുത്തുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഒരു പ്രയാസം വന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, കാരണം പടച്ചവൻ ചെയ്യുന്നതല്ലേ എന്ന് സമാധാനിക്കാൻ നമുക്ക് സാധിക്കും. ഈ വിശ്വാസങ്ങളിൽ നോക്കി കോവിഡ് വന്നാലും മഹാമാരി വന്നാലും ഒന്നും പേടിക്കാതെ, അവർക്ക് യുദ്ധമായും തർക്കമില്ല, കാലം അങ്ങോട്ട് കളിച്ച തർക്കമില്ല, പടച്ചവൻ നേരത്തെ വരച്ചതല്ല, ഒന്നും ഇവിടെ നടക്കില്ല എന്ന ഉത്തര വിശ്വാസം. അതുകൊണ്ട് ഈ പരലോകത്തിൽ നമുക്ക് വിശ്വാസമുള്ള പാഠം കിട്ടിയ മുസ്ലിമീങ്ങൾ മരണത്തെ പേടിക്കുന്നവരല്ല, മരണത്തെ ചോദിക്കുന്നവരാണ്. സാധാരണ പ്രാർത്ഥനകളുടെ ഒരു ഭാഗമാണ് തവഫല മുസ്ലിമീൻ, പടച്ചവനെ ഞങ്ങളെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്ന് പറയും. കാരണം അപ്പോഴേ അവർക്ക് ഈ ത്യാഗത്തിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് സ്വന്തം ഇഷ്ടത്തെ പടച്ചവന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്ന ഒരു പരിശ്രമമായതുകൊണ്ട് പല ജനങ്ങളും ഇത് ഇഷ്ടപ്പെടുകയില്ല. അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശക്തനായ ഒരു എതിരാളിയെ പടച്ചവനെ കൊണ്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ആദം അലൈഹി ഇസ്ലാം പത്നിയുമൊക്കെ സുഖമായി ജീവിച്ചിരുന്നത് സ്വർഗ്ഗലോകത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട്. കേട്ടുകഴിയുടെങ്കിലും പഠിക്കാത്തവരാരും ഉണ്ടാവില്ല. അതിന് കുറച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അവരാദ്യം സംസാരിച്ച ഭാഷയായിരിക്കും ആദ്യത്തെ ഭാഷ, അവരാദ്യം കൊണ്ടുവന്ന സംസ്കാരമായിരിക്കും ആദ്യത്തെ സംസ്കാരം, അവരാദ്യം കൊണ്ടുവന്ന മതമായിരിക്കും ആദ്യത്തെ മതം. അതും ചിന്തിക്കാനുള്ള ആവശ്യമില്ലല്ലോ. ലോക ഭാഷയുടെ മാതാവ് അറബിയാണെന്നൊരു അവകാശം മാത്രമല്ല, ഭാഷാ ഗവേഷണം നടത്തിയ മതവ്യത്യാസമില്ലാത്ത വലിയ ഗവേഷക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.
എല്ലാ ഭാഷക്കും ഒരു തുടക്കവും ഒരു ഒടുക്കവും കാണാം, ഒരു തളർച്ചയും വളർച്ചയൊക്കെ കാണാം. പക്ഷെ അറബി ഭാഷ ഇതിന് ഭിന്നമാണ്. എത്ര പുറകോട്ട് ചെന്നാലും അത് നിത്യ ചൈതന്യത്തോടുകൂടെ, നിത്യ യൗവനത്തോടെ നേരത്തെ നിലനിൽക്കുന്ന ഒരു ഭാഷയായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാലം മാറിയാലും കാലത്തിനൊപ്പം ചെന്നേങ്ങാനും സാധിക്കുന്നുണ്ട്. വലിയൊരു അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതെങ്ങനെയാണ് അധികം ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു പറഞ്ഞു തന്നു, സ്വർഗത്തിലെ ഭാഷ അറബിയാണ്. അപ്പോൾ സ്വർഗമാതാക്കൾ വന്നതെങ്കിൽ അവർ അറബിയാണല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ലോകത്തിലെ ആദ്യ ഭാഷ അറബിയായിരിക്കും, ആദ്യ സംസ്കാരം ഇസ്ലാമായിരിക്കും. ഇതൊന്നും ആർക്കും തള്ളിക്കാണാൻ കഴിയില്ല. പിന്നെ മാറ്റങ്ങൾ വരും, ക്രമേണ വരും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ പിന്നിലും സൃഷ്ടാവിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റുന്ന ദൃഷ്ടാന്തമാണ്. ഇതും ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്ന ആൽഫബറ്റിക് എന്നാണ്. അക്ഷരങ്ങൾ ആൽഫബറ്റിക്, അലിഫ് ബാത്ത എന്നാണ് അറിവിൽ പറയാം. അലിഫ് ബാത്ത എന്ന് പറയും. അപ്പോൾ ABCD നമ്മൾ ആൽഫബറ്റിക് എന്നാണ് പറയുന്നത്. ഏത് ഭാഷ എടുത്തോളൂ ആദ്യം അലിഫിൻ്റെ ആ ഇ എന്നുള്ള ശബ്ദമാണ് വരിക. വലിയ ഓർഡറിൽ തന്നെ കാണാം. പിന്നെ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരികയാണ്. മനുഷ്യന്മാരുടെ ഉപയോഗത്തിനനുസരിച്ച് ക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ട് പല ഭാഷയായിട്ട് തീരുന്നു എന്നുള്ളത്. അപ്പോൾ ഒറിജിനൽ അതാണ് എന്ന് കാണാൻ കഴിയും. ഇതാണ് ഇനി മരണശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. അത് അറബി ഭാഷയിൽ ഇറങ്ങിയതാണ്. ധാരാളം വിരോധികളുള്ള, ഭരണകൂടങ്ങളുള്ള, വ്യക്തികളുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ ഖുർആൻ നിലനിൽക്കുന്നത്. പക്ഷെ അതിനൊരു മാറ്റം വരുത്താൻ ലോകത്ത് പറഞ്ഞു നോക്കാൻ സാധിച്ചതല്ല, വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലത്ത് പഠിപ്പിച്ചതുപോലെ എഴുതി ഖലീഫ ഉസ്മാൻ കാലത്ത് വിശുദ്ധ ഖുർആന്റെ കോപ്പി ഇന്നും അതേ കോപ്പി കേടുവരാതെ ലോകത്ത് നിൽക്കുന്നുണ്ട്. താഷ്കന്തിലെ മ്യൂസിയത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, ഉസ്മാൻ അള്ളാഹിന്റെ കാലത്ത് എഴുതി അയച്ചു കൊടുത്ത കോപ്പി ഇപ്പോൾ അവിടെ സുരക്ഷിതമാണ്. വിപ്ലവത്തിന്റെ ഭാഗമായി അറബി ഗ്രന്ഥങ്ങൾ നശിപ്പിച്ചു. ഏതാനും മാസങ്ങൾ കാലം ബ്രിക്സ് ഫാക്ടറികളിൽ കത്തിയിരുന്നത് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളാണെന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ പരിശുദ്ധ ഖുർആന്റെ കണ്ടമാന കോപ്പികൾ നശിപ്പിച്ചു, പലതും ചെയ്തു. ആ ഒറിജിനൽ, അന്ന് ഒറിജിനൽ എന്ന് പറയാവുന്ന ഉസ്മാൻ അള്ളാഹിന്റെ കാലത്ത് എഴുതിയ കോപ്പി അവിടെ നിലനിൽക്കുക. അതിന്റെ കമ്പ്യൂട്ടർ ചിത്രം ഇവിടെ പരക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ മലബാറിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 57 ഭരണകൂടം, ലോകത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം. ഇവിടെ അറബി പഠിപ്പിക്കാൻ ഗവൺമെന്റ് ഖജനാവിന് കാശ് ചെലവാക്കിയിരുന്നില്ല. പക്ഷെ അവരുടെ കാലത്താണ്, EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്താണ് അറബി അധ്യാപക തസ്തിക തിരുവാങ്കൂറിൽ ഇങ്ങോട്ട് മാറ്റിയത്, ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. അത് DMCയുടെ നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പറയുമ്പോഴൊക്കെ നടക്കുന്നവിടെ കാണാൻ നിങ്ങൾ ചിന്തിച്ചാലൊക്കെ മനസ്സിലാകും. ഓരോ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ഖുർആൻ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഒരു അത്ഭുതമേ തോന്നുന്നില്ല, ആശ്ചര്യമേ തോന്നുകയുള്ളൂ. ഓരോ നിമിഷവും നിങ്ങൾക്ക് ഇത് പടച്ചവന്റെ വചനം തന്നെയാണെന്ന് മനസ്സിലാകും. അമേരിക്ക കണ്ടെത്തുന്നതിൻ്റെ 1000 വർഷം മുമ്പ് ഖുർആൻ ഇറങ്ങി. പിന്നീടാണ് നമ്മൾ അമേരിക്കയെ കുറിച്ച് കേൾക്കുന്നത്. പുരോഗതി ഇത് കുറച്ച് കാലമായിട്ടുള്ളൂ. അവിടുത്തെ നദികളിൽ നിന്ന് രത്നം ഭാവിയിൽ പുറപ്പെട്ടു വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അവിടുത്തെ എന്നുള്ള ഞാനിപ്പോൾ കൂട്ടിയതാണ്, അനുഭവിച്ചുകൊണ്ട്. മുൻകാലഘട്ടങ്ങളിൽ മുത്ത്, രത്നം കടലിൽ നിന്ന് എടുത്തിരുന്നത് ഉപ്പുവെള്ളത്തിൽ നിന്നാണ്, കടലിൽ നിന്നാണ്. ശുദ്ധജലത്തിൽ നിന്ന് മുത്തെടുക്കുന്ന ഒരു സംഭവമേ ഇല്ല പഴയകാലത്ത്. എന്നാൽ 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആനിൽ എൻ്റെ വചനമല്ല അള്ളാഹുവിൻ്റെ വചനമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തതിൽ കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയ, 2 സമുദ്രങ്ങളെ പരസ്പരം ചേർന്നുകൊണ്ട് അള്ളാഹു അത് രണ്ടിൻ്റെ ഇടയിൽ ഒരു തടസ്സം കടക്കാത്ത രീതിയിൽ നമ്മൾ നോക്കിയാൽ കാണാത്ത ദാസം. ഇത് വളരെ എനിക്കൊരു പുസ്തകം കിട്ടി. അപ്പൊ അതിൽ പറയുന്നത് ഈ സമുദ്രത്തിൽ നിന്നും ഒരു 3 കിലോമീറ്റർ വീതിയിലും ഒരു 6 കിലോമീറ്ററോളം നീളത്തിലും ഈ കടൽ മറ്റേ കടലിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കിടക്കുന്നുണ്ടെന്നാണ്. അടിയിലാണ് സംഭവം. അതിൻ്റെ കമ്പ്യൂട്ടർ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസമുണ്ട്, അതിന് നിറത്തിന് വ്യത്യാസമുണ്ട്. രണ്ടും 2 കടലാണെന്ന് കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകും. ആസിയയിൽ പോവാത്ത, സമുദ്രശാസ്ത്രത്തിന്റെ അനുഭവ പഠനമില്ലാത്ത മുഹമ്മദ് നബി, അറേബ്യയിൽ ഒട്ടകം തെളിച്ച് നടന്ന മുഹമ്മദ് നബിക്ക് എങ്ങനെ ഇത് പറയാൻ സാധിച്ചു? അപ്പോൾ ഇത് അള്ളാഹു, ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ, കാര്യങ്ങൾ നടത്തുന്ന പടച്ചവന്റെ വചനമാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ യഖ്റുജു മിൻഹുൽ ലുഅ്ലു വൽ മർജാൻ, ഈ 2 രത്നങ്ങളിൽ നിന്നും, ഈ 2 വെള്ളങ്ങളിൽ നിന്നും, ഉപ്പുവെള്ളത്തിൽ അല്ലാത്തതിൽ നിന്നും ഭാവിയിൽ
ചെറുതും വലുതുമായ രത്നങ്ങൾ പുറത്തു വരും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മുൻഗാമികളിൽ നിന്ന് മനസ്സിലാവാതെ ഓതിക്കൊണ്ടിരുന്നു. ആശയത്തിന്റെ അനുഭവം ഉപ്പുവെള്ളത്തിൽ നിന്ന് മാത്രമേ പുറത്തെടുക്കുന്നുള്ളൂ. അങ്ങനെ വന്ന് ഇമാം റാസി എന്ന വിശുദ്ധ ഖുർആന്റെ വലിയ വലിയ അദ്ദേഹത്തിന്റെ തഫ്സീലിൽ ഇതിന് അർത്ഥം പറയാൻ വിഷമിച്ച് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു ഒപ്പിച്ചിരിക്കുകയാണ്. അതായത് പഠിച്ചെടുത്തോളം അറിവിൽ നദികളിൽ നിന്ന് മുത്തെടുക്കുന്ന അനുഭവം ലോകത്തിനില്ല, ഉപ്പുവെള്ളത്തിനേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഇത്രത്തോളം പറഞ്ഞു, തിരയടിച്ച് വീഴുമ്പോൾ നുരകൾ മുത്തുമണികൾ പോലെ ചിതറുന്നത് കാണാം. അതാണ് രണ്ടൊന്നും വരുമെന്ന് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അത്ര കണ്ട് മുൻഗാമികളുടെ അനുഭവത്തിലില്ലാത്തൊരു ശാസ്ത്രം, ഒരറിവ് അറേബ്യയിൽ നിന്ന് മുഹമ്മദ് സ്വലാസം പിന്നീട് 1000 കൊല്ലം കഴിഞ്ഞ് കണ്ടെത്തുന്ന അമേരിക്കയിലെ നദിയിൽ നിന്ന് മുത്തെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അവിടെ നിന്നാണ് അത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമേരിക്കയിലെ ഉള്ള രഹസ്യം, അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും അവിടെ ഉപ്പുവെള്ളമില്ലാത്ത നദിയിൽ നിന്ന് മുത്ത് വരാൻ പോകുന്നില്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? എടുക്കാൻ തുടങ്ങി. നമ്മളിവിടെ മണലും എടുത്തതുപോലെ. പിന്നെ ഗവൺമെന്റ് ഇടപെട്ടു, അത് ലൈസൻസ് ഏർപ്പാട് ചെയ്തു. അങ്ങനെ ലൈസൻസ്ഡ് കമ്പനികൾ മാത്രം എടുക്കുന്ന അവസ്ഥയിൽ വന്നു. ഇപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്നും നല്ല വെളുത്ത മുത്തെടുക്കാൻ കിട്ടിത്തുടങ്ങി. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. ഇതൊക്കെ പറയാൻ പരിശുദ്ധ ഖുർആനിലല്ലാതെ അതാ മുഹമ്മദ് സ്വലാഹിന് പറയാൻ സ്വന്തം സാധിക്കില്ലല്ലോ. അള്ളാഹുവിന്റെ വചനമാണ്. അതുകൊണ്ട് ഖുർആൻ എന്നുള്ളത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങളാണ്. അത് തെറ്റ് പറ്റില്ല. നമ്മളാണ് തിരുത്തേണ്ടത്. സംഭവത്തിനെതിരെ പറയേണ്ട പഠിച്ചവനതിൻ്റെ ആവശ്യമില്ല. പഠിച്ചവനല്ലേ, എല്ലാം അറിയുന്നവനല്ലേ. അത് സത്യസന്ധനായ പ്രവാചകന്മാരുടെ അവസാനത്തെ ആ ഗുണം കൂടുതലുള്ള അനേക വെല്ലുവിളികളെ നേരിട്ട് അതിജയിച്ചിട്ടുള്ള ആ വിജയം ആസ്വദിക്കാണ് നമ്മളിപ്പോഴും. അങ്ങനത്തെ ആ പ്രവാചകൻ ഓതിത്തരുമ്പോൾ നമുക്കൊരു വിശ്വാസം വരണം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ സ്വഭാവം നന്നാക്കണം, അവന്റെ കർമ്മം നന്നാക്കണം, അവന്റെ ഉദ്ദേശം നന്നാക്കണം എന്നൊക്കെയാണ് പ്രവാചകന്മാർക്ക് പഠിപ്പിക്കാനുള്ളത്. അത് സലക്ഷ്യം അവർ ഓതി ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. മനസ്സിലാവാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നബിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അതൊക്കെ ചരിത്രം പച്ചവിളിച്ച് കിടക്കുകയാണല്ലോ. എത്രയോ ആൾക്കാർ മാറി, ഇത് കേട്ടപ്പോൾ മാറി. അതിലൊരാളാണ് ഖലീഫ ഉമർ. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ വഴി ഞാൻ ചിത്രാവലി എന്ന പുസ്തകത്തിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാഠം 22 ഖലീഫ ഉമർ. ആ പാഠം ഇപ്പോഴും മനസ്സിൽ കിടക്കുക. ഇത്ര മനോഹരമായ നല്ല മനുഷ്യന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്വഭാവം അന്നുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. അപ്പോൾ ആ ഖലീഫ ഉമർ നബിയെ കൊല്ലാൻ വേണ്ടി ധൈര്യപ്പെട്ട് വാളൂരി പിടിച്ച് സാഹസം ഇറങ്ങിയ ഏകധീരനാണ്. കണ്ടെത്തി കൊന്നിട്ട് തിരിച്ചു വരുമെന്ന് മറ്റവൻ കണക്കാക്കി. പക്ഷെ വഴിയിൽ വെച്ച് കേട്ടു വീട്ടിൽ ഈ പ്രസ്ഥാനം വന്നിട്ടുണ്ട്, അവിടെ ഇപ്പോൾ ഖുർആനോത്ത് നടക്കുകയാണ്, പാരായണം നടക്കുകയാണെന്ന് ദേഷ്യമൂത്ത് വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഖുർആൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. അതുവരെ കാണാൻ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ലായിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹത്തിന് മാറ്റം വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ എതിർത്തവർ ആരെ കണ്ടോ അത് പഠിക്കാൻ ശ്രമിച്ചവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉള്ള സംശയം ഉണ്ടാകാം, പ്രത്യേകിച്ച് ഗണന പ്രസംഗങ്ങളൊക്കെ കേട്ടവർ പ്രത്യേകിച്ച് ഉണ്ടാകാം. അവർ ആത്മാർത്ഥമായി ഇതൊന്ന് നേരിട്ട് പഠിക്കാൻ സന്നദ്ധരാകണം എന്നൊരു അഭ്യർത്ഥനയിലൂടെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഞാനിത് പറഞ്ഞത് പ്രവാചകന്മാർ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ താല്പര്യം രക്ഷിക്കുന്ന ആൾക്കാർക്ക്, അവരുടെ നേതാക്കന്മാർക്കും അത് അലോസരമായി തോന്നും. കാരണം പലിശ വാങ്ങാൻ പാടില്ല എന്നവർ പറയും, അന്യൻ്റെ എടുക്കാൻ പാടില്ല എന്ന് പറയും, ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും, പരസ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ വ്യഭിചാരവും മദ്യപാനവും ഒന്നുമില്ല, വെറും സദാചാരം മാത്രമുള്ള, പരോപകാരം മാത്രമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ എൻ്റെ താല്പര്യം നടക്കില്ലല്ലോ, എൻ്റെ ലാഭം എനിക്ക് തുടർന്നു പോകാൻ കിട്ടില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കും. അങ്ങനെയാണ് അവർ നേരത്തെ തന്നെ എതിർക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അപ്പോൾ അതിൽ കൂടാനും ആൾക്കാരുണ്ടാവും. ആ രീതിയിൽ കൂടുതൽ എതിർപ്പ് സഹിച്ച ആൾ മുഹമ്മദ് നബിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ പല അവസ്ഥയും ജീവിച്ചു വന്നവരായിരുന്നു. മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരു കറുത്ത മുഖം കാണേണ്ടി വന്നിട്ടില്ല. അതിബുദ്ധിമാനായ അദ്ദേഹം, സൽസ്വഭാവിയായ അദ്ദേഹം എല്ലാവരുടെയും ആദരവ് വിളിച്ചു പറ്റിക്കൊണ്ട്, ശത്രുക്കളെന്ന ഒരു ഭാവമേ ഇല്ല, ഒരു അനുഭവമേ ഇല്ല. എല്ലാവർക്കും അദ്ദേഹത്തിനുള്ള സ്നേഹമാണ്. അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് എല്ലാവരും പരിചയപ്പെടുത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, പലതും സഹിക്കേണ്ടി വന്നു. വധശ്രമങ്ങളിൽ നിന്ന് അത്ഭുതകാലം രക്ഷപ്പെട്ടതാണ്. എതിർപ്പ്, അപ്പോൾ എതിർപ്പ് ഒരുപക്ഷെ കൊല്ലപ്പെട്ട ധാരാളം പ്രവാചകന്മാരെ കാണാം. ഇത് ലാഭമുള്ള കച്ചവടം അല്ല. ബനി ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആൾക്കാർ, അതിൽ നിന്ന് വലിച്ചു പോയ ആൾക്കാരെ കുറിച്ചാണ് ദോഷമായിട്ട് പറയാം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിന്റെ സന്തതിയിൽപ്പെട്ട യഹൂദ എന്ന് പറയുന്ന യഹൂദികൾ എന്ന് പറയും. പിന്നീട് ക്രിസ്ത്യാനികളായി, പിന്നീട് അവിടെ നിന്ന് ആ രണ്ടാണ് മുസ്ലിങ്ങളുമായത്. അതെന്താ അങ്ങനെയാവാൻ കാരണം? വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം, ഇന്ത്യയിലാണ് ധാരാളം പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഉണ്ടായത്. അതിലൊക്കെ വരാൻ പോകുന്ന നബിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രവാചകനായതുകൊണ്ട് നിഷ്കളങ്കരായ ആൾക്കാർക്ക് അന്വേഷിച്ച് കണ്ടെത്തി മുസ്ലിങ്ങളായി പോയി.
അപ്പോൾ ആ യഹൂദി പോയി, ആ ക്രിസ്ത്യാനി പോയി, ആ നായർ പോയി, ഇങ്ങനെ എങ്ങനെ വന്നു? ഒക്കെ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ ആരാണ് വരാതിരുന്നത്? സ്വാർത്ഥ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുകയും തൻ്റെ ഭരണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സമ്പത്ത് പോകുന്ന പേടിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൽ എന്ത് വിലവർത്തും എതിർക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അത്രേ അവർക്ക് പറഞ്ഞുള്ള ചിന്തയുള്ളൂ. അവരാണ് പിടിച്ചു നിന്നിട്ടുള്ളത്. നേരെ ചൊവ്വയിൽ പഠിക്കാൻ വേണ്ടി തയ്യാറായവർക്ക് ഒന്നും തള്ളിക്കളയാനുണ്ടാവില്ല. മുസ്ലിങ്ങളില്ലാത്തൊരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു ചോദിക്കുന്നു ആൾക്കാർ. നിങ്ങളൊക്കെ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥയും അക്രമത്തിൻ്റെ അനീതിയുടെ ഇടയിൽ ഒരു മധ്യസ്ഥം വഹിക്കാൻ, സമാധാനം നിലനിൽക്കണമെങ്കിൽ മുസ്ലിം സാന്നിധ്യം അവിടെ വേണമെന്നുള്ളതാണ് അവർ അനുഭവത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ അനുഗ്രഹമായി പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അയച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന അനുയായികളായ മുസ്ലിങ്ങൾ മാറണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. അതിനുകൂടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ്. സമസ്ത ലോകത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ലിൽ ആലമീൻ, സമസ്ത ലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട ആളാണ്. ആരൊരാൾ അദ്ദേഹത്തെ പഠിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നുവോ അയാൾക്ക് രക്ഷപ്പെടാം. അവിടെ മതം ഏതാണ്, പേരെന്നാന്ന് നോക്കുന്നില്ല. അയാളുടെ വിശ്വാസം ശരിയാണോ, സ്വഭാവം നല്ലതാണോ, കർമ്മങ്ങൾ പടച്ചവൻ നിശ്ചയിച്ചതുപോലെയാണോ? കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും വിശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പടച്ചവൻ അംഗീകരിച്ച രീതി എന്താണ്? അതാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് ചെയ്യുമ്പോഴേ സമ്മതിച്ച് പിന്നെ അതുപോലെ നടക്കാതിരുന്നാലുള്ള വചനേക്കാൾ മോശപ്പെട്ട ആളായിട്ട് മാറും. മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ ഇതാണ് വഴി. മറ്റു തൽക്കാലം ഇവിടെ ഒരു സുഖം കിട്ടിയെന്ന് പറയാം, തീർച്ചയായും കിട്ടും. കാരണം ഇത് പരീക്ഷാ സ്ഥലമാണ്. പരീക്ഷാ ഹാളിൽ തെറ്റെഴുതുന്നവനും ശരി എഴുതുന്നവനും കുടിക്കാൻ വെള്ളം കൊടുക്കും, കാറ്റ് വെള്ളം ഫാനിട്ട് കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോഴാണ് സംഗതി മനസ്സിലാവുക. എന്നപോലെ ഇവിടെ അനുസരിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് ഗുണങ്ങൾ കിട്ടും, ദോഷങ്ങളും വരും. കാരണം ഇവിടെ പരീക്ഷയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാഹം ഇന്ന രീതിയിൽ ആഹാരം കഴിക്കണം. ഇടത് കൈ കൊണ്ട് കഴിച്ചാലും വയറ്റിലെത്തും, വലത് കൊണ്ട് കഴിച്ചാൽ എത്തും. പറഞ്ഞൊരു കാര്യമില്ല. ഭക്ഷണം കഴിക്കാൻ വലത് കൈയാണ് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് കഴിക്കണം. അത് ഇരുന്നിട്ട് കഴിക്കാനവർ ഇരുന്നിട്ട് കഴിക്കണം. രണ്ട് കൈ നല്ലപോലെ കഴുകിയിട്ട് കഴിക്കാവർ അങ്ങനെ തന്നെ ചെയ്യണം. ആ പറഞ്ഞ പോലെ ജീവിതം മൊത്തം വിവാഹം, കച്ചവടം, കൃഷിയും, യുദ്ധവും, സന്ധ്യ എല്ലാം ഇതിൽപ്പെടും. പൂർണ്ണമായ എല്ലാ അധ്യാപനം കിട്ടുന്ന മതമാണ് ഇസ്ലാം. അത് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹൈന്ദവ സഹോദരൻ പ്രസിദ്ധന്ന് അദ്ദേഹം എന്നോട് പല ഉപദേശങ്ങളും തന്നു. ഹൈന്ദവനല്ല, ക്രിസ്ത്യാനിയാണ്. എല്ലാവരും നല്ലത് തന്നെ, ദോഷം എല്ലാവരും തിരുത്തുന്നതാണ്. തിന്മ എൻ്റെ പക്കലുണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടാവും, അതെല്ലാവരും തിരുത്തണം. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാനിങ്ങനെ അവനത് ഉപദേശിച്ചുകൊണ്ടിരിക്കും, വിഷമൊന്നും വിചാരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൂടെ ഭാര്യ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചത് യേശുവിനെ മാതൃകയാക്കിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, അതായത് യേശുവിനെ അനുകരിച്ച് പോകാം, പ്രവാചകനാണെന്ന് കുറ്റം പറയാൻ പാടില്ല. മുഹമ്മദ് അതുപോലെ യേശു ക്രിസ്തു ഈസാ നബി സത്യവാനാണ്, ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണ്, യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഏൽപ്പിച്ചത് പ്രാഥമിക പാഠങ്ങളായിരുന്നു, ചില ഉപദേശങ്ങൾ മാത്രമാണ്. കർമ്മശാസ്ത്രത്തിൽ അതിന് മുമ്പുള്ള മൂസാ നബിയുടെ നിയമങ്ങളാണ് അദ്ദേഹം പരിഹരിക്കുന്നത്. വിവാഹത്തിന് മാതൃക അദ്ദേഹത്തിന് കാണിക്കാൻ പടച്ചവൻ അവസരം കൊടുത്തിട്ടില്ല. ഭരണത്തിന് മാതൃക കാണിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടില്ല. അതൊക്കെ ഇനി വരും ഒരു സമയത്തിന് ചാൻസ് കൂടിയുണ്ട്. പരിപൂർണമായ ഒരു മതവ്യവസ്ഥയോടെ നിലനിൽക്കുമ്പോൾ, അത് തകരാറ് പറ്റുമ്പോൾ അതിലൊരാളായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരും. അക്കാലത്ത് അദ്ദേഹം കല്യാണം കഴിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും അദ്ദേഹം പിന്നെ കുറെ കാലം നീതിയോട് ഭരിക്കുമെന്നും എല്ലാം അന്ന് വിട്ടുപോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം സമാധാനപൂർവ്വം അവസാന ഘട്ടത്തിൽ, ആവശ്യമായ ഘട്ടത്തിൽ ഈ സമുദായത്തിലെ ഒരാളായി നിന്നുകൊണ്ട് ഈ സമുദായത്തിലെ കല്യാണം കഴിച്ച് കുട്ടികളെ ഇതേ സംസ്കാരപ്രകാരം വളർത്തിക്കൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോവുകയും ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ നബിയുടെ റൗള ശരീഫ്, അതാ കബറിനടുത്ത് വെച്ച് അദ്ദേഹം മരിക്കുകയും അവിടെ മറവ് ചെയ്യപ്പെടുമെന്നാണ്. അവിടെ അധികം സ്ഥലമില്ലാത്ത സ്ഥലത്ത് നബിയോട് അടുത്ത് തന്നെ ഒരു കബറിന്റെ സ്ഥലം ബുക്ക് ചെയ്തിട്ടാണ് ഈ സമുദായം കാത്തിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ ഒന്നിന്റെ ഭാഗമായി പഠിച്ചവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും അതുപോലെ പഠിക്കണം. ഇത് പഠിച്ചവൻ തരുന്ന മതമാണ്, അത് പൂർണ്ണമായി പഠിച്ചതെന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെല്ലാം സംഘടിക്കും. അങ്ങനെ ഈ പ്രവാചകനെ നാടുകടത്താൻ ശ്രമിക്കും. മിക്ക പ്രവാചകന്മാരും ഇത് അനുഭവിച്ചവരാണ്. ഇതര ചെയ്താത്തവരും നാട് വിട്ടു പോയിട്ടില്ലാത്തവരുമായ പ്രവാചകന്മാർ കാണൂല. നാടിന്റെ സൗകര്യങ്ങൾ അവഗണിച്ച് ഒറ്റയായ ജീവൻ നയിച്ച് പല അവസ്ഥയും ജീവിച്ച പല പ്രവാചകനും കാണാം. ഉദാഹരണമായി യൂസുഫ് അലൈഹി ഇസ്ലാം ബനി ഇസ്രായേലിൽപ്പെട്ട ആളാണ്. യാക്കൂബ് എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന പ്രവാചകന്റെ സന്താനമാണ്. ഇബ്രാഹിം പ്രവാചകന്റെ മകന്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനാണ് യൂസുഫ്. അദ്ദേഹം ജീവിച്ചത് മിസ്രിലായിരുന്നു. അത് ജ്യേഷ്ഠന്മാർ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം മരിച്ചില്ല, പടച്ചവൻ രക്ഷപ്പെടുത്തി. ഒരാൾ വാങ്ങി വിൽപ്പന നടത്തിയത് ഈജിപ്തിലെ അങ്ങാടിയിലായിരുന്നു. അവിടുന്ന് കൊട്ടാരത്തിലേക്ക്
ആനയിക്കപ്പെട്ടു. അവിടെ കുറെ കാലം നിന്നു. അവിടുന്ന് ഒരു അവിഹിത ബന്ധത്തിൽ കുടുങ്ങണമെന്ന് പറഞ്ഞതിന് അദ്ദേഹം തയ്യാറാവാത്തത് കൊണ്ട് കള്ളക്കേസിൽ കുടിക്കാൻ അദ്ദേഹത്തിന് ജയിലടച്ചു. വർഷങ്ങളോളം ജയിലിൽ നിന്നു. പിന്നീട് അദ്ദേഹം ഭരണത്തിലേക്കൊക്കെ വന്നു. പല പല സംഭവമുണ്ട്, ഞാൻ നീട്ടി പറയല്ലോ ഉദ്ദേശിക്കുന്നത്. വഴിക്ക് പോകുമ്പോൾ ഒരു ബോധം ഒന്ന് തട്ടി നിർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം. പിന്നീട് ആ പ്രിയപ്പെട്ട പിതാവുമായി എന്താണ് പറയുന്നത്, ഞാൻ പഠിച്ചൊരു കിതാബിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വിവാഹപ്രായമായപ്പോൾ അമ്മാവൻ്റെ മകളെ കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് വാപ്പ പറഞ്ഞേച്ചു. അദ്ദേഹം പക്ഷെ അവർക്ക് നല്ല സുന്ദരിയായിരുന്നുവെങ്കിലും മക്കളുണ്ടായില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞയച്ചു, അനുജത്തെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അനുജത്തെ വിവാഹം ചെയ്തിട്ട് വന്നു. അത് നന്നായി പ്രസവിച്ചു. 10 മക്കളുണ്ടായി. നല്ല സുമുഖന്മാരായ ആരോഗ്യമുള്ള മക്കളുണ്ടായി. അപ്പോൾ പക്ഷെ ഈ മക്കൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠത്തി പ്രസവിച്ചു. അവസാനം അനുജത്തി അനുജത്തിലാണ് ആദ്യം മക്കളുണ്ടായി. റാഹൽ എന്നു പേരുള്ള റാഹലമ്മ, ആദ്യത്തെ മകൾ, അമ്മാവൻ്റെ മൂത്ത മകൾ, അത് പ്രസവിച്ചു. അത് വളരെ സുന്ദരനായ ഒരു ആൺകുട്ടിയായിരുന്നു. അതാണ് യൂസുഫ് അലൈഹിസ്സലാം. ഇത്രയും കാലമായി സന്താനമുണ്ടാതെ ഈ വാർദ്ധക്യ തീർച്ചയായും ഒരു സന്താനമുണ്ടായി. സ്വാഭാവികമായി അദ്ദേഹത്തിന് സ്നേഹം കുട്ടിയോടുണ്ടാവുകയും ജ്യേഷ്ഠന്മാർക്ക് അതിലൊരു അസൂയ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇബ്ലീസ് കൂടെ വന്നിട്ടുണ്ടെന്ന്. അവനോടൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്ന ആളാണ്. അവനെ പിതാവും മകനുമായി തെറ്റിക്കാനും അയാളെ ദുരിതത്തിലാഴ്ത്താനൊക്കെയുള്ള പരിപാടി ജ്യേഷ്ഠന്മാരുടെ മനസ്സിൽ പിതാവിൻ്റെ ഈ സ്നേഹം അഹീതമാണ്, അത് നമുക്ക് നിയന്ത്രിക്കണം. അതുകൊണ്ട് അവനെ നമുക്ക് തഞ്ചത്തിൽ കൊണ്ടുപോയി വകവരുത്തിക്കളയാൻ തീരുമാനിക്കുകയും പിതാവിനോട് സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അല്പം ദയുള്ള ജ്യേഷ്ഠൻ പറഞ്ഞു, കൊല്ലണ്ട, ആ വഴിവെക്കുള്ള കിണറിൽ കൊണ്ടുപോയി ഇട്ടേക്ക്. എന്നാൽ ആരെങ്കിലും കച്ചവടക്കാർ കൊണ്ടുപോയി നമുക്ക് ശല്യം തീരും, അത് നമുക്ക് ഒഴിവാക്കാം, കൊല്ലണ്ട പറഞ്ഞപ്പോൾ അത് കേട്ടു. അങ്ങനെ ആ കിണറിൽ നിന്ന്, ചരിത്രം ഞാൻ പറയുന്നില്ല, എടുത്ത് കച്ചവടക്കാർ കൊണ്ടുപോയി വിറ്റ്. അങ്ങനെയാണ് അവിടെ എത്തിയത്. അതിന് 80 വർഷം കഴിഞ്ഞിട്ടാണ് ആ പിതാവും പുത്രനുമായി കാണുന്നത് ചരിത്രത്തിൽ കാണാം. 80 വർഷം, ഒരു മനുഷ്യായുഷ്കാലം മുഴുവൻ അങ്ങനെ പോയി. എന്താണ് കാരണം പറയുന്നത്? ഒരിക്കൽ അതിസ്നേഹത്തിൽ നല്ല സുഗന്ധമുള്ള സ്വാദുള്ള ഒരു മത്സ്യം ഇവർ കഴിക്കുകയാണ്. പാപ്പയും മകനും കൂടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ നല്ല സുഗന്ധം അടുത്ത വീട്ടിലേക്ക് കാറ്റിൽ ചെന്നപ്പോൾ അടുത്ത വീട്ടിൽ ഒരു അനാഥക്കുട്ടി ഉണ്ടായിരുന്നു പോലും. ആ അനാഥക്കുട്ടിയുടെ മൂക്കിൽ ഈ സുഗന്ധം വന്ന് കയറിയപ്പോൾ കുട്ടിക്ക് ചിന്ത വന്നു, യൂസുഫ് ഞാനും ഒന്നിച്ചല്ലേ കളിക്കുന്നത്, എൻ്റെ വാപ്പുണ്ടെങ്കിൽ എനിക്കും ഇതുപോലത്തെ രസമുള്ള ആഹാരമൊക്കെ കഴിക്കാമായിരുന്നല്ലോ. ഒരു സങ്കടം വന്നു. ഈ സങ്കടം അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കാതെ സ്വന്തം മകനുമായുള്ള സ്നേഹത്തിൽ ആഹാരം കഴിച്ചത് അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രവാചകനല്ലേ, അതുകൊണ്ടൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്താണ് ഈ അകൽച്ച എന്നാണ് ഒരു ഒരു വിശദീകരണം. പലതുണ്ടാകാം. വലിയൊരു പാഠമല്ലേ പറയുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം പിന്നീട് രാജാവൊക്കെ ആയി പറയുന്നില്ല, മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരൊക്കെ ആദരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നു. അപ്പം പലർക്കും പിടിക്കില്ല പ്രവാചകന്മാരുടെ ശിക്ഷണങ്ങൾ. അക്കാലത്തുള്ളവർക്ക് തന്നെ പിടിക്കില്ല. ഇക്കാലത്ത് എങ്ങനെ പിടിക്കാം? അപ്പം നമുക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാവും. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണം. കാരണം ഇത് നല്ലതായതുകൊണ്ട് ആ പശുവിൻ്റെ പാല് കുടിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരണം. നമുക്കറിയില്ല ഏതാ കുടിക്കാൻ പറ്റിയത്. എന്നാൽ അതിന് വിസർജ്യമായ മൂത്രവും മറ്റ് വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല, അത് തൊട്ടാൽ കൈ കാണും, അത് വർജ്യമാണ് എന്ന് പഠിപ്പിക്കണം. അപ്പോഴേ ഒരു ആരോഗ്യപരമായ ക്ലാസ് ആവുന്നുള്ളൂ, യഥാർത്ഥ ധാർമ്മിക ക്ലാസ് ആവുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നല്ല ഭക്തിവേഷമൊക്കെ ധരിച്ചിട്ട് ഗോമൂത്രം കുടിക്കുന്നതാണ് നമ്മളൊക്കെ കാണിച്ചു തരുന്നത്. ഏതാ കുടിക്കാതെ വകതിരിയില്ല. ഇങ്ങനത്തെ കാലം വരുമ്പോഴാണ് മറ്റൊരിടത്ത് നോക്കാൻ പറയുന്നത്. പുതിയ പാഠങ്ങൾ പിന്നെയും വരും. ആദ്യത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം പിൽക്കാലത്ത് വരുന്നത്. ആദ്യത്തെ മനുഷ്യന് മകളെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് വേറെ കുടുംബത്തിൽ പോയി വിവാഹം അന്വേഷിക്കാൻ കഴിയില്ലല്ലോ, ചിന്തിക്കാൻ വേണ്ടി പറയാൻ. അപ്പോൾ അന്ന് പറഞ്ഞത് സ്വന്തം അമ്മയുടെ മകനും മകളുമായി തന്നെ കല്യാണം. പക്ഷേ പ്രസവത്തിൻ്റെ സമയം വ്യത്യാസപ്പെടുത്താം. ആദ്യ പ്രസവത്തിലുള്ള ഒരു പ്രസവത്തിൽ തന്നെ രണ്ടും ഉണ്ടാകാം, അങ്ങനെ കഴിക്കരുത്. ഒരു പ്രസവത്തിലുള്ള പെൺകുട്ടിയെ മറ്റേ പ്രസവത്തിലുള്ള ആൺകുട്ടി അങ്ങനെ മറിച്ച് ചെയ്യാം എന്നായിരുന്നു ഒരു പരിഹാരം. പ്രസവത്തിൻ്റെ പരിഹാരമാണ് അന്നത്തെ വേദത്തിൽ പ്രവാചകൻ മുഖേന തന്ന ഉപദേശം. അതായിരുന്നു കാലം മുന്നോട്ട് നീങ്ങി. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ പിതാവിന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഭാര്യയിൽ മക്കളുണ്ടായില്ല. അതൊരു ഭാര്യ വേറെ എടുക്കാനുള്ള ഒരു കാരണമാണല്ലോ. അപ്പം വീണ്ടും പാപ്പ പറഞ്ഞയക്കുന്ന അഞ്ചത്തിന് കടിക്ക് വന്നു. ആ നിയമത്തിൽ അത് വ്യത്യാസമില്ലായിരുന്നു. അപ്പോഴത്തെ അഞ്ചത്തിയെ കെട്ടാമെന്നായി ദേഷ്യത്തോടു കൂടെ. മുഹമ്മയുടെ കാലം വന്നത് മാനവരാശി ശരിക്കും ബൗദ്ധികമായും സാംസ്കാരികമായും എല്ലാം ബൗദ്ധികമായും ഭൗതികമായും വികസിച്ചു കഴിഞ്ഞിരുന്നു.
അപ്പോഴാണ് ഒരു കുടുംബത്തിൽ നിന്ന് പാടില്ല, സ്വന്തം മകളെ കെട്ടാൻ പാടില്ല, അന്യായിരിക്കണമൊക്കെ വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ച് പരിഹാരം മാറ്റേണ്ടി വരും, പ്രപഞ്ചകർത്താവിന് മാറ്റേണ്ടി വരും. അതാണ് ഈ വേദത്തിന്റെ വ്യത്യാസം. അതൊരു മുഖവര പോലെ മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അവർക്ക് ഇന്നത്തെ പ്രയോജനം ഇവിടെ നിന്ന് കിട്ടണം. കള്ളി ഇവിടെ നിന്ന് പിടിക്കണം, പെണ്ണ് ഇവിടെ നിന്ന് പിടിക്കണം, അതൊക്കെ പരലോകത്തിൽ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കാത്തിരിക്കാൻ നേരല്ല. അവർക്ക് വിശ്വാസമില്ല, മനസ്സിൽ കൊള്ളുന്നില്ല. എന്നാൽ വിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ത്യാഗത്തിനും തയ്യാറായി അത് വിശ്വസിച്ച് കുറച്ചു കാലം നല്ലപോലെ ജീവിച്ച് മരിച്ച് കാലാകാലം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവാചകന്മാരെ എന്തിന് തകരാറുണ്ടാക്കുന്നു, മുസ്ലിങ്ങൾ എന്തിന് യുദ്ധം ചെയ്യുന്നതൊക്കെ സാധാരണ എല്ലാവരും യുദ്ധം ചെയ്യുന്ന നാട് പിടിക്കാനായിരിക്കും, മറ്റവരെ തോൽപ്പിക്കാനായിരിക്കും, പ്രതികാരം വിട്ട് അങ്ങനെയൊക്കെയാണല്ലോ. മുസ്ലിങ്ങൾക്ക് അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് യുദ്ധം വേണ്ടി വരുന്നത്? ഈ നല്ല പാഠങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവുക. അപ്പൊ ചില ദുർബുദ്ധികൾ രാജാക്കന്മാരോ മറ്റൊക്കെ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ നാട്ടിൽ കിടക്കണ്ട, ഞങ്ങളുടെ എന്ന് പറഞ്ഞ് തടയും. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ദൗത്യമായിട്ട് വന്നവരാണ്, സൃഷ്ടികളെ ആരാധിക്കുന്നവരെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന നയിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾ മറ്റൊന്നും വന്നതല്ല, നിങ്ങൾ പ്രയോജനം തരണ്ട, നിങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ സ്വീകരിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രവർത്തിച്ചോട്ടെ, ഞങ്ങൾ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, വായും വെള്ളം ആസ്വദിക്കും പോലെ പടച്ചവന്റെ സന്ദേശം അവർക്ക് കൊടുക്കണമല്ലോ, അത് നിങ്ങൾ അനുവദിക്കണം എന്ന് പറയും. അപ്പോഴ് ദുർബുദ്ധികളായ ചില രാജാക്കന്മാർ സമ്മതിക്കൂല, ഞങ്ങളുടെ നാട്ടിൽ പറ്റില്ല എന്ന് പറയും. ഇവിടെ തന്നെ പ്രവർത്തിക്കാവുന്ന ആൾക്കാരെ പിടിച്ച് ജയിലിട്ടല്ലോ. ഇപ്പോഴല്ലേ അതൊക്കെ വെറും ഫാൾ പെറ്റീഷൻസ് ആയിരുന്നുവെന്നും അപരാധങ്ങളായിരുന്നുവെന്നും ബലിയാടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കോടതികളൊക്കെ കുറഞ്ഞ് തുള്ളി ഇപ്പൊ ജനങ്ങൾ കൂട്ടത്തോടെ പശ്ചാത്തലിക്കാം. അന്നത്തെ കാലത്ത് ഇതൊക്കെ രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ 2-3 തീരുമാനം അവർ ചെയ്യും നാട്ടുകാർ. ഒന്ന്, നാട്ടിൽ നിന്ന് പുറത്താക്കാം, അല്ലെങ്കിൽ തടവറയിലിട്ട് ജയിലിടാം, അതല്ലെങ്കിൽ കൊന്നുകളയാം. സാധാരണഗതിയിൽ എല്ലാവരും മുഹമ്മദ് സുല്ലാഹിന്റെ നേരെ ഇത് ഉപയോഗിച്ചിരുന്നു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. തടവറ ബഹിഷ്കരിച്ചിരുന്നു, അത് തടവറ ജയിലിലാക്കിയ ഒറ്റപ്പെടുത്തിയ ഷുഐബ് അബൂ താലിബ് അടക്കം എല്ലാവരും ഇതിൽ പോകേണ്ടി വന്നു. ആ താഴ്വര ഒരു ഭാഗത്തും പോകാൻ കഴിയില്ല, 2 ഭാഗം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തടഞ്ഞു വെച്ചു. നബിക്ക് അനുകൂലം നിൽക്കുന്ന കുടുംബങ്ങൾ ഒക്കെ അവിടെ കഷ്ടപ്പെട്ട് 3 വർഷം കഴിഞ്ഞു. ആ കരാർ പത്രം എഴുതിയിട്ട് പരിശുദ്ധ കാഴ്ചയിൽ തൂക്കി. കാഴ്ചക്ക് അവരുടെ അധീനത്തിലാണ്. സമൂഹം ഒരു നേതാക്കന്മാരുടെ തീരുമാനം മറികടക്കാൻ കഴിഞ്ഞു. വലിയൊരു ചരിത്രമാണ്. പിന്നെ അവസാനം അത് സ്വമേധാ നിർവഹണ എന്ന് പറയും പോലെ അവർക്ക് ഒരു മാറ്റം വന്നിട്ട് വേണ്ടാന്ന് വെക്കുന്നു. അവിടെ നിന്നില്ല, നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അതിന് മുമ്പ് അബ്സീനിയയിലേക്ക് സഹാബാക്കളെ ഹിജറ അയച്ചിരുന്നു. ഒരു കൂട്ടർ മടങ്ങി വന്ന് വീണ്ടും പോയി. ഇനി പോയ ആൾക്കാരുണ്ട്. ആ സമയത്താണ് മദീനയിലേക്ക് ഹിജറ നടക്കുന്നത്. പല ആൾക്കാരും മദീനയിലേക്ക് തിരിച്ചു വന്ന സംഭവമുണ്ട്. ഇപ്പൊ ഹിജറ എന്നുള്ള 1, 2 അല്ല, ചെറിയ യാത്രക്കും പറയും. ഇപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഹിജറയുടെ ഫലമാണ് കൊടുത്തിരിക്കുന്നത്. ചില നിരപരാധികളെ ജയിലിൽ അടയ്ക്കും. അത് വേറെന്താ കുറ്റം ചുമത്തിലായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യം ചോദിച്ചതിന്റെ പേരിൽ, ഈ നല്ല ജീവൻ ചോദിച്ചതിന്റെ പേരിൽ, ക്രൂരമർദ്ദനത്തിൽ ശബ്ദിച്ചതിന്റെ പേരിൽ എന്റെ പിതാവ് 11 വർഷം അന്തമാൻ ജയിലിൽ കിടക്കും. എന്റെ പിതാവാൻ 7 വർഷം ബെല്ലാരി ജയിലിൽ കിടക്കും. പല ആൾക്കാരും തിരിച്ചു വന്നില്ല, കൊല്ലപ്പെട്ടു പോയി, തൂക്കിക്കൊന്ന, വെടിവെച്ചു കൊന്നു ഒക്കെ ചെയ്തു. അതൊരു നിത്യസംഭവമായിരുന്നു. അന്ന് എന്തെല്ലാം അനുഭവിച്ചു. അതിന് ഇതൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്കരിക്കാനാണ്. പടച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രാവിലെ ജെറുജുവിന് തിരിച്ചു വരാൻ വേണ്ടിയാണ്. സംസ്കരിക്കുന്നവരും സത്യം പറയുന്നവരും അസത്യത്തിന് കൂട്ടു നിൽക്കാത്തവരും മര്യാദക്കാരായി ജീവിച്ച് മറ്റു തലമുറയ്ക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ആ സന്ദേശം കിട്ടിയവരത് പോയി പറഞ്ഞു കൊടുക്കണം. അതിലൊക്കെ വലിയ മഹത്വങ്ങൾ പറയുന്നുണ്ട്, വലിയ അമലാണ്. പ്രവാചകന്മാരെ പ്രത്യേകിച്ചും ഇത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവർ ഹിജറ ചെയ്തേ പറ്റൂ. എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ദിവ്യ സന്ദേശം കിട്ടുന്ന മക്കയിൽ വെച്ചാണ്. ഹിറാ ഗുഹയിൽ വെച്ച് 5 ഖുർആനിലെ സൂക്തങ്ങൾ അവതരിച്ചു കിട്ടി. ആദ്യമായൊരു മാലാഖയെ കാണുകയാണ്. പേടിച്ച് വിറച്ചാണ് ഏകാന്തതയിൽ നിന്ന് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി. സംഭവം അറിയാത്തവരും കാണും, അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വിറക്കുന്നു, പനിക്കുന്നു, അത്രയും പേടിച്ചു പോയി. പുതപ്പ് ചോദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. ഖദീജ ബീവി പ്രിയ പത്നി അദ്ദേഹത്തെ സ്വീകരിച്ചു, സമാധാനിപ്പിച്ചു. നബിയെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, വല്ല പിശാചബാധ ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്നതാണ്, പരോപകാരം ചെയ്യുന്നതാണ്, കുറെ നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്ക് പിശാചബാധയൊന്നും ഉണ്ടാകും, ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അനൗധൈര്യപ്പെടുത്തി. പിന്നെ അത്യാവശ്യം സുഖം വന്ന ശേഷം
മുൻ വേദഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, വറക്കത്ത് ബിൻ ഔഫ്. അവിടെ കൊണ്ടുപോയി എന്താണ് നിങ്ങളുടെ സഹോദരപുത്രനെ കുറച്ച് ഇങ്ങനെ ഏകാന്തതയാണ്, ഇപ്പോൾ ഇങ്ങനെ വന്നു സംഭവങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, തുടങ്ങിയുള്ള ഏതാനും വരികൾ അദ്ദേഹം പറഞ്ഞു. അതായത് ഖദീജ, നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നിന്റെ ഭർത്താവായ മുഹമ്മദ് ഈ കാലഘട്ടത്തിലെ പ്രവാചകനാൻ പോവാൻ, അതിന്റെ പനിയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇദ്ദേഹം ഭാവിയിൽ പ്രവാചകനാകും, ലോകത്തിന്റെ പ്രവാചകനായി മാറും, അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാവരും തോൽക്കും. പക്ഷെ അതിന് മുമ്പ് ഈ പ്രിയപ്പെട്ട നാട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കും. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇലൈത്തനി കുന്തു ജലതൻ, ഈ നാട്ടുകാർ ഇദ്ദേഹത്തെ നിർഭയമായി നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സഹായം ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് വിറക്കുന്ന ചുണ്ടുകളുടെ വാർദ്ധക്യത്തിന്റെ പാരമ്പര്യത്തിൽ അദ്ദേഹം പറയുണ്ടായി. അതൊക്കെ മുൻകാല വേദഗ്രന്ഥങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ട സംഗതികളാണ്. അങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നാട് വിട്ടു പോകാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടി. അതിനു മുമ്പ് സഹാബാക്കളോട് പോകേണ്ട സ്ഥലത്ത് പറഞ്ഞു കൊടുത്തു. അവർ പലരും അങ്ങോട്ട് പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂടിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതും അള്ളാഹുവിന്റെ തീരുമാനം തന്നെ. അങ്ങനെ പ്രിയപ്പെട്ട മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയമുള്ള മാതൃരാജ്യമേ, നിന്നെ വിട്ടുപോകുന്ന എനിക്ക് പ്രയാസമുണ്ട്. പരിശുദ്ധ കഅബയിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നിന്റെ നാട്ടുകാരെ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കാത്തത്, ഞാൻ പോണ്ടി വന്നിരിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. വളരെ 3 ദിവസം പോയിട്ട് വടക്ക് ഭാഗത്തുള്ള മദീനയിലേക്ക് പോകാൻ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തു. മിസ്ഫല എന്ന് പറയും, മക്കയുടെ തെക്ക് ഭാഗത്ത് ഒരു അങ്ങാടിയാണ്. അതിലങ്ങനെ പോയിട്ട് വേണം സൗർ എന്ന് പറയുന്ന മലയുള്ള ഭാഗത്തേക്ക് എത്താൻ. ഏകദേശം 3 മൈൽ ദൂരം കാണും. അവിടെ പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു 3 ദിവസം. ആൾക്കാർ വളരെ സമർത്ഥമായി തരാൻ വേണ്ടി തുടങ്ങി. ആ സംഭവമൊക്കെ പറഞ്ഞാൽ കുറെ നീണ്ടുപോകും, അതിന് സമയമില്ല. ഊരിപ്പിടിച്ച വാളുമായി വീട് വളഞ്ഞു നിൽക്കുന്ന അന്ത്യഘട്ടം, കൊല്ലുക എന്നുള്ളത് നടപ്പാക്കുക എന്നുള്ള അന്തിമ തീരുമാനമായി വാളും പിടിച്ച് യുവാക്കന്മാർ, നേതാക്കന്മാർ വീട് വളഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ ഇസ്ലാം എന്ന മലക്ക് വന്നൊരു സംഗതി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുണർത്തി. നബി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്പം മണ്ണ് വാരി ഒന്ന് എറിഞ്ഞു. ഇന്നത്തെ സ്ട്രീറ്റിലേക്കൊന്നുമില്ലല്ലോ, ഇരുട്ടാണ്. പക്ഷെ ആ അതിലെ ചരക്കല്ലുകളെല്ലാം തലക്ക് കൊണ്ടും മണ്ണെല്ലാം കണ്ണിലൊക്കെ ആയി. അങ്ങനെ എന്താണെന്നറിയാത്തൊരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെന്ന് അവർ കണ്ടില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാ കാത്തിരിക്കുന്നു മുഹമ്മദ്? അയാൾ ഇവിടുന്ന് പോയല്ലോ. ആളാണെന്നവർക്ക് മനസ്സിലായില്ല. അത് നേരത്തെ തന്നെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന മീറ്റിങ്ങിലും വേഷപ്രച്ഛന്നായി ആൾ പങ്കെടുത്തിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്ന് പറയുന്ന ആൾ. മനുഷ്യരെ സ്വീകരിക്കും, അവനെ സൂക്ഷിക്കാമെന്നാണ് അവൻ്റെ കടുത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഏത് തെറ്റായ ആരാധന സ്ഥലത്തിന് പോയാലും അവിടെ പോയാൽ നമുക്ക് സംതൃപ്തി കിട്ടും. അവിടെ പോയി പറയുമ്പോൾ ആ കാര്യം സാധിച്ചാൽ അവൻ കൂടെ കൂടുന്നുണ്ടാകും. പടച്ചവൻ ഈ പരീക്ഷ ശക്തമാക്കാൻ വേണ്ടി അവന് ഒരുപാട് ശക്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് സഹായിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നബിയുടെ ദീനിൻ്റെ അധ്യാപനങ്ങൾ അറിവ് സമ്പാദിച്ചെങ്കിലേ ശരിയാവുള്ളൂ. ചിലപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലാത്തപ്പോൾ ശരിയാക്കാൻ ശരിയാവില്ല. കാരണം നമ്മളെ വഴിതെറ്റിക്കാനാണ് അവനോട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരാൻ ഒരു അവിശ്വാസിയെ സമ്മതിക്കില്ല. നമസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം ശരിയാവാനും സമ്മതിക്കില്ല. നല്ല കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അവരെപ്പോഴും പ്രലോഭനങ്ങൾ വഴിയും ഭീഷണികളും മറ്റുമൊക്കെയാണ് ചെയ്യും. വലിയ കഴിവുകളാണ്. ഇത് പറഞ്ഞത് എനിക്കൊരു കാര്യം തോന്നുന്നു, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഒരു മഹാ ആത്മീയ പണ്ഡിതൻ, അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടിരുന്നത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന വലിയ ആത്മീയ നേതാവിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഖലീഫയാണ്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ശിഷ്യൻ ഒരു അപകടത്തിൽ കുടുങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഇയാളെ വിളിക്കാം, പടച്ചവനല്ല വിളിക്കുന്നത്, ഈ ഷെയ്ഖിനെ വിളിക്കാം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ഷെയ്ഖ് വായുവിടെ പറന്നു വന്നിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അയാൾക്ക് വലിയ വിശ്വാസമായി. അയാൾ എവിടെ പോയാൽ നമുക്കൊരു വിശ്വാസം വരാറുണ്ടല്ലോ, ശരിയോ തെറ്റുള്ള വേറെ വിഷയമാണ്. അയാൾക്ക് വലിയ വിശ്വാസമായി, അയാൾ സഹായിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഷെയ്ഖിനെ പിന്നെ കാണുന്നത്. അവർ നല്ല അവസ്ഥയിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറച്ച് കാലത്തിന് ശേഷം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ അന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ വലിയ വിഷമത്തിലായി പോകുന്നു, വലിയ ഉപകാരമായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്ന്? അപ്പോൾ തീയതി പറഞ്ഞു നോക്കുമ്പോൾ, അത് ഞാൻ അറിയില്ല മോനെ, ഞാൻ എന്നൊക്കെ ജയിലിലായിരുന്നു, ഞാൻ ഈ കഥ ഞാൻ അറിഞ്ഞിട്ടില്ല. നീ എന്നെ വിളിച്ച് സഹായം തേടിയത് കൊണ്ട് പിശാച് എൻ്റെ രീതിയിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, കിതാബിൽ പറയുന്നതാണ്,
അത് മലക്കായിക്കൂടെ? പിശാചിന് അങ്ങനെ പറഞ്ഞു, മലക്ക് സഹായിച്ചുകൂടെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഷിർക്കിനെ മലക്ക് സഹായിക്കൂല എന്നായിരുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിന് പല രൂപം സ്വീകരിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അറിവിന് പിന്തുടർന്നില്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആരും പറയാൻ പറ്റില്ല, ആർക്കും നേർവഴി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് അറിയാൻ വേണ്ടി ശ്രമിക്കണം, എല്ലാവരും ശ്രമിക്കണം, ഇസ്ലാമിനകത്തുള്ളവർ എല്ലാത്തവരും. പിന്നെ മരിച്ചു പോയിട്ട് കരുതിച്ചിട്ട് കാര്യമില്ലല്ലോ, ഉറപ്പാണ് കാര്യം, ഉറപ്പാണ്. ഇപ്പോഴിന്നലെ റേഡിയോയിൽ ഒരു സ്ത്രീ വളരെ നന്നായിട്ട് പറയുന്നത് കേട്ടു. ഒരു മുസ്ലിം സ്ത്രീയാണ്, മക്കനെ കേട്ടിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. അത് തബ്ലീഗുകാരനെ പിടിച്ചു കൊടുത്താൽ 11,000 രൂപ ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളോ ഒക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഒക്കെ നേരെ നരകത്തിലേക്ക് പോയി തൊട്ടി തുറന്ന് പറയുന്നുണ്ട്. മരിച്ചുപോയാൽ നമുക്ക് സ്വർഗം കൊണ്ട് അതിന് ചെയ്യണ്ടേ? ആ വഴി തടസ്സപ്പെടുത്തിയാൽ ഇത് അനുഭവം എല്ലാവർക്കും വരുമല്ലോ. പടച്ചൻ വളർച്ചവാദി കൊണ്ടുവരും, പെട്ടെന്നുള്ള മരണം കൊണ്ടുവരും, പരാജയങ്ങൾ കൊണ്ടുവരും, ഒക്കെ ചെയ്യും. അതൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മടങ്ങി പടച്ചവരിലേക്ക് നല്ല ജീവൻ നയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അന്വേഷണം തുടങ്ങേണ്ട കാര്യമാണിപ്പോൾ. ഹിജറ നടത്തിക്കേണ്ട സന്ദർഭമല്ല. അപ്പോൾ ഈ ഹിജറയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, മുസ്ലിം ലോകത്ത് ഒരുപാട് സംഭവം ഉണ്ടായി. അത്ഭുതമാണ് ഇസ്ലാമിൻ്റെ വളർച്ച. എത്ര പെട്ടെന്നാണ് ഈ പ്രസ്ഥാനം പറഞ്ഞത്, എത്ര ശക്തമായ എതിർപ്പാണ് അത് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ എതിർപ്പുകൾ അറിയിച്ചുകൊണ്ട് ഇസ്ലാം ലോകത്ത് ഒരുപോലെ വ്യാപകമായി. നിങ്ങൾ എവിടെ പോയാലും ഇസ്ലാമില്ലാത്ത, മുസ്ലിങ്ങളില്ലാത്ത രാജ്യം കാണാൻ കഴിയില്ല. എല്ലാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോകാൻ കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് കൂടെ ആദ്യം പോയത് ഈ ഗാർ സൗർ മലയിൽ. അപ്പോൾ കൂടെ ആരുമില്ല, ഇവർ രണ്ടുപേരാണ്. പക്ഷേ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ തന്നെ 2-3 ദിവസം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് കൂടെ വരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിയിൽ മാത്രം ആരെങ്കിലും പുറമെന്നറിയില്ല. അവർ തെരഞ്ഞ് കാലടിക്ക് നോക്കി പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മലേൻ്റെ മുകളിൽ ഞാൻ ഒരിക്കൽ കയറിയിട്ടുണ്ട്. 1 മണിക്കൂറും 10 മിനിറ്റും സമയത്ത് കയറിയെടുക്കാൻ. അതിൻ്റെ അത്ഭുതം ഇറങ്ങാനും അത്ര സമയം വേണമെന്നല്ല, ഇപ്പം കുറച്ചൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മലയുടെ മുകളിൽ രാത്രിയിലാണ് ഇവർ തപ്പിപ്പിടിച്ച് കയറി പോകുന്നത്. എന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള ഒരു പാറക്കെട്ടിൻ്റെ അടിയിലുള്ള ഒരു ഗുഹയിൽ താമസിക്കാം. മഹാനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആദ്യം മുതൽ കടന്ന് ഇരുട്ടത്ത് തപ്പി മാളങ്ങൾ കണ്ടെത്തി അതിലൊക്കെ തൻ്റെ തുണിയൊക്കെ പറിച്ച് ഓട്ടകളൊക്കെ അടച്ച് ഒരു ദ്വാരം കാലുകൊണ്ടടച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഒളിച്ച് താമസിച്ചത്. നീണ്ട ചരിത്രമാണ്, നേരത്തെ ഞാൻ പറയുന്നില്ല. ഒക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അന്വേഷണം വരട്ടെ, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കും, ഞാനും സഹായിക്കും. ഒളിച്ചു വെച്ച് ചരിത്രം നമുക്കില്ല. കാരണം ഒരാളെന്നോട് പറഞ്ഞു, വിശ്വാസം കാണിച്ചു കൊടുത്തു. നേരെ അങ്ങോട്ട് നോക്കിയാൽ ജിദ്ദ കടപ്പുറം കാണാം. നമ്മൾ മലയിൽ നിന്ന് വിട്ട് നോക്കും, അതുപോലെ വിജനമായ സ്ഥലമാണ്. എന്താ കാലഘട്ടം വരും, ധാരാളം കപ്പലുകൾ ഇവിടെ വന്ന് നങ്കൂരമിടും, വലിയ ആൾക്കൂട്ടം ഉണ്ടാകും, കാലഘട്ടം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ എത്രയോ സംഭവങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കാണുന്നത് 2 കാടൻ മാടപ്രാവുകൾ അവിടെ ഇരുന്ന് കുറുകുന്നതാണ്. ഒരു മണ്ണാത്തിൻ്റെ വല ഇങ്ങനെ അടച്ച് കെട്ടിയിട്ടുണ്ട്. ഇവരെ കണ്ടപ്പോൾ ആ പ്രാവ് അങ്ങ് പറന്നുപോയി. നോക്കുമ്പോൾ അവിടെ അതിന് മുട്ടകളുണ്ട്. അവർ പറഞ്ഞു, ഇങ്ങനെ പ്രാവുടെ മുട്ടയുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കണ്ണുണ്ടാവില്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. അബ്ദുല്ലാഹൻ പറഞ്ഞു, ഇതാ 2 ആൾക്കാരുടെ കാല് കാണുന്നു, ഒരു കൊണ്ട് നോക്കിയാലും. അള്ളാഹു പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മൾ 2 ആൾ മാത്രമല്ല ഇവിടെ, അള്ളാഹ് ഉണ്ട് നമ്മുടെ കൂടെ. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, നീ ദുഃഖിക്കണ്ട, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്, അവൻ നമ്മളെ സഹായിക്കുമെന്ന് ധൈര്യപ്പെടുത്തി. അള്ളാഹു റസൂൽ പറഞ്ഞാൽ പിന്നെ ധൈര്യമായി, അവർക്ക് ശ്രദ്ധിക്കുന്ന ധൈര്യമായി. അങ്ങനെയാണ് ഈ തെരച്ചിലൊക്കെ ഒന്ന് അവസാനിച്ച ശേഷം വീട് വളഞ്ഞു നിന്നപ്പോൾ തന്നെ ഇവരെ കാണാതായപ്പോൾ തന്നെ ഇവർ 100 ഒട്ടകം ഒരാളെ കൊന്നാൽ 2 പേരാണ് പോയിട്ടുള്ളത്, കാണുന്നില്ല. അവർക്ക് സ്ഥിതി കാണുന്നില്ല, നിബിയും കാണുന്നില്ല. ഇവരെ തിരഞ്ഞു കൊടുത്താൽ ഒരാളെ കൊന്നാൽ അന്ന് അടക്കേണ്ട പിഴ 100 ഒട്ടകമാണ്. അത് ഞങ്ങൾ തരും, നിങ്ങൾ തടവുകാരനാക്കുകയോ പിടിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്താൽ മതി, തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ മോഹിപ്പിച്ചിരിക്കുക. കഴിഞ്ഞ് തെരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് യാത്ര തുടങ്ങുന്നത്. കടൽ തീരത്തൂടെ സാധാരണ പോകുന്ന വഴിക്കല്ല, തെക്കുഭാഗത്തൂടെ വളഞ്ഞ് കടൽ. അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ശക്തിയായി വരുന്നൊരു സമയത്ത് വീടിൻ്റെ പുറകിൽ വെച്ച് കൂട്ടുകാരുടെ കൂടെ എന്തോ കളിക്കുന്നവരാണ്, സുറാഖത്തിന് മാറിക്കുന്ന ആളുടെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന് കുട്ടി വന്ന് പറഞ്ഞു, 2-3 ആളിങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് സംശയം ആളാണ്.
അപ്പോൾ പെട്ടെന്ന് അയാളൊക്കെ പറഞ്ഞു കൂട്ടുകാരായിരിക്കാൻ വേണ്ടി അതവരല്ല അതിലൂടെ പോയ 2-3 ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ കുട്ടീനെ വിട്ടു. പക്ഷേ ഇയാൾ കുറച്ചും കൂടി അവിടെ ഇരുന്നിട്ട് മറ്റവർക്ക് പിടി കൊടുക്കാതെ, കാരണം 100 വട്ടം ചിലപ്പോൾ 200 വട്ടം പിന്നെ കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെ രഹസ്യമായി വന്ന് വീട്ടിൽ വന്നിട്ട് അടിമ സ്ത്രീയോട് പറഞ്ഞു ഈ കുതിരയെ ഒന്ന് മലയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി നിർത്താൻ. അയാൾ കുന്തമെടുത്ത് നിലത്തിട്ട് വലിച്ച് കാൽമ കെട്ടി വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി യാത്ര പോകാമെന്ന് അറിയിക്കാതെ. എന്നിട്ട് അവിടെ ചെന്ന് കുതിരപ്പുറത്ത് കയറി കൊണ്ടൊക്കെ പിടിച്ചിട്ട് അയാൾ സ്പീഡിൽ ഓടിച്ചു പോയി. ചെന്ന് നോക്കുമ്പോൾ ശരിയാണ്, 2 പേര് അബൂബക്കറും മുഹമ്മദ് സുല്ലാസും ആൾക്കാരുമാണുള്ളത്. അടുത്തങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഉറച്ച ഭൂമിയിൽ കുതിരയുടെ കാല് താഴ്ന്നുപോയി. ആ നെഞ്ച് തട്ടാൻ മാത്രമായി. അവർക്ക് മനസ്സിലായി ഇവരെന്തോ ചെയ്യുന്നു. നബിസ്വല്ലാഹു രക്ഷ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അവർ തന്നെ അയാൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇതിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ തിരിച്ച് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾ ഇതിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ എണീറ്റ് സംഭാഷണങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ വിദേശങ്ങൾ. അപ്പോഴാണ് വിശ്വാസം മാറ്റം വന്നു. അത് നബിസ്വല്ലാഹു പറഞ്ഞു കൊടുത്തു ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഒരള്ളയാണ്. പക്ഷെ ആ ഒന്ന് മതി, അസ്സമദ്, എല്ലാവരും അയാളെ ആശ്രയിക്കണം, അയാൾ ആരെയും ആശ്രയിക്കേണ്ടതില്ല. അങ്ങനത്തെ ഒരാൾ. ലം യലിദ് വലം യൂലദ്, അയാൾക്ക് മാതാപിതാക്കളോ സന്താനങ്ങളോ ഇല്ല. ലം യകുല്ലഹു കുഫുവൻ അഹദ്, അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരുമില്ല, ഒരു സദൃശം പറയാൻ പറ്റുന്ന ആരുമില്ല. അത്രയും കാര്യത്തിലും എല്ലാറ്റിലും ഒന്നാമൻ രണ്ടാമനില്ലാത്ത ഒരാളാണ് അവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ. അത് പറഞ്ഞു കൊടുത്തത് ഏകദേശം പിടികിട്ടി. എന്നിട്ട് പറഞ്ഞു ഇത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാനിപ്പം വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല, നിങ്ങളെ രക്ഷിക്കാൻ അന്നാളാകുന്നൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, ഇനി ഞങ്ങൾ ഒക്കെ പിടി കൊടുക്കാൻ ഞാൻ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു. നബിസ്വല്ലാഹു അബൂബക്കർ മദീനയിലേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ആൾക്കാർ തിരയുന്നത് വേറെ ഉണ്ട്. അവിടെ കണ്ണം പറഞ്ഞ് അവിടെയൊക്കെ ഞാൻ പോയി തിരഞ്ഞു, എവിടെ നിന്നുമില്ല, ഞാൻ വെറുതെ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ മടക്കി അയച്ചു. നബിസ്വല്ലാഹു മദീനയിലേക്ക് പോയി. ഇദ്ദേഹം മക്കത്ത് എത്തിയിട്ട് അവിടെ എല്ലാം പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ്. അവിടെയാണ് അതിന്റെ നേതാവായ അബൂജഹലിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അബാഹാക മിൻ വല്ലാഹി ലൗ കുൻത ലിഅംദി ജവാദി ഹീന ഖായിമു അറഫ്ത ബിലാ ശക്കിൻ ബിഅന്ന മുഹമ്മദാ റസൂലും മിനല്ലാഹി ഫമൻ ദാ യുഖാവിമു. അബുൽ ഹക്കം അഥവാ അബൂജഹലിനോട് വിളിക്കുന്നവരെ, എൻ്റെ കുതിരയുടെ കാല് ഭൂമിയിൽ കാണ്ടുപോയ ആ സന്ദർഭം നിങ്ങൾ കാണുകയാണെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ സത്യസന്ധനായ പ്രവാചകനെന്ന് ഞങ്ങൾക്ക് ലക്ഷ്യസഹിതം ബോധ്യപ്പെടുമായിരുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയിട്ട് എതിർക്കാൻ പോയിട്ട് എന്താണ് കാര്യം, ആർക്കാണ് ജയിക്കാൻ കഴിയുക എന്ന അർത്ഥത്തിൽ അദ്ദേഹം കവിത പാടിയെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് പറഞ്ഞു ഈ പോക്ക് നിങ്ങളെ പറയുന്നുള്ളൂ, ഞാൻ എവിടെയാണെന്ന് എൻ്റെ കുടുംബത്തിന് അറിയില്ല, ഞാൻ പോകുന്ന മദീനക്കാർക്ക് അറിയില്ല, മക്കക്കാർക്ക് അറിയില്ല. എൻ്റെ ഈ പോകുന്ന ഈ അവസ്ഥ സുറാഖ നിങ്ങളാണ് കണ്ടത്. എന്നാൽ നിങ്ങൾ ബന്ധിതനാകരുത്, ഈ അവസ്ഥ മാറും, ഞാൻ തിരിച്ചു വരും, മക്ക ഞാൻ ഭരിക്കും, ലോകം ഞാൻ ഭരിക്കും. റോം പേർഷ്യ ചക്രവർത്തിയുടെയും റോമാ സാമ്രാജ്യമൊക്കെ എൻ്റെ കീഴിൽ വരുന്ന കാലം വരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശങ്കിച്ചിരുന്നപ്പോൾ നബിസ്വല്ലാഹു പറഞ്ഞു നിങ്ങൾ സംശയിക്കേണ്ട, അനൂശർവാൻ ചക്രവർത്തി കൈകളിൽ അണയുന്ന രാജീയ ഘടകങ്ങൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞ ശേഷമേ നിങ്ങൾ മരിക്കുകയുള്ളൂ എന്ന് നബിസ്വല്ലാഹു പറഞ്ഞു, ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് പോയത്. മദീനയിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരു ചിത്രമായിരുന്നു. പോകുമ്പോൾ വേറെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. വഴിയിൽ വെച്ച് ഒരു സ്ത്രീ അവർക്ക് പാല് കൊടുക്കാൻ പാലുള്ള മൃഗങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നുമില്ല, നടക്കാൻ പറ്റാത്ത രോഗം പിടിച്ച ഒരാടാണ് അവിടെ. അത് നബിസ്വല്ലാഹു കണ്ടപ്പോൾ അതിന് ഞാനൊന്ന് കറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് വെറുതെ മെനക്കെടാണ്, എനിക്ക് കടക്കാൻ കടന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അവിറ്റിൽ തട്ടി പ്രാർത്ഥിച്ച് കറന്നപ്പോൾ നല്ലപോലെ പാല് കിട്ടി. വലിയൊരു പാത്രം കൊണ്ട് കൊടുത്തു, അത് നിറയെ പാല് കിട്ടി. ആദ്യം തന്നെ ആ പെണ്ണിന് കൊടുത്തു, അവർ കഴിച്ച് കുടിച്ചു. പിന്നെ അവിടെയുള്ളവർക്ക് കുടിച്ച് നബിയും കുടിച്ചു തീർന്നു. പിന്നെയും ആ പാത്രം നിറച്ച് പാല് കറന്ന് അവിടെ ഏൽപ്പിച്ചിട്ട് വിശ്വാസത്തിലും പോയി. അദ്ദേഹം അവിടെ പോയ ശേഷമാണ് വീട്ടുകാരൻ വരുന്നത്. അയാൾ അദ്ദേഹം ആട്ടിൽ തിരിക്കാനോ വയ്ക്കാനൊക്കെ പോയതായിരുന്നു. എന്നിപ്പോൾ ഈ പാല് കണ്ടപ്പോൾ അത്ഭുതമായി, ഇങ്ങനെ ഈ പാല് കിട്ടി. അപ്പോൾ അദ്ദേഹം നല്ല വിശദീകരണം കൊടുത്തു. ഇപ്പോഴും നല്ല മനുഷ്യൻ ആൾക്കാർ ഇതിൽ പോയി അദ്ദേഹത്തിനെ കണ്ടാൽ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആ വർക്കത്ത് കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം നല്ല കാണാനൊക്കെ നല്ല സൗന്ദര്യമുള്ള, അധികം നീളമോ വലുപ്പമോ ഇല്ലാത്ത നല്ല സുമുഖനായ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സംഗതികളും സ്വഭാവ ഗുണങ്ങളൊക്കെ പറഞ്ഞു. വലിയ മുഖത്തേക്ക് നോക്കി നിന്നാൽ നമുക്ക് സംതൃപ്തി ഒരു അങ്ങനത്തെ മുഖമാണ്. എല്ലാ നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ കുറേശ്ശികൾ തിരയുന്ന ആൾ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു
ഞാൻ ഇപ്പോഴില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടെത്തും, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൂടുന്നൊക്കെ അദ്ദേഹം പറയണ്ടേ. ഇതൊക്കെ സയ്യാ ഹദീസുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇതോടെ പറയലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനതിലുള്ള പാഠങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ സത്യം ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട്. ഹജ്ജിന് വരുന്ന ആൾക്കാരിൽ പരിശ്രമിച്ചിട്ട് മക്കയിൽ പ്രബല ഗോത്രമായ ഔസ് ഖദ്റജ് ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വിശ്വസിക്കുകയും നബി അങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു നേരത്തെ. സമയത്ത് 10 മണിയാവാനായി. നിസ്ലാസും പുറപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ന ദിവസം എടുത്തൊക്കെ പ്രതീക്ഷിച്ച് മുസ്ലിമീങ്ങളും അത് സഹകരിക്കുന്ന ആൾക്കാർ നബിയെ സ്വീകരിക്കാൻ വേണ്ടി ഉച്ചയാകുന്നവരെ വന്ന് വഴിയിൽ കാത്തിരിക്കും. പക്ഷെ വെയിൽ ചൂടാകുമ്പോൾ ഒന്ന് ഇനിയിപ്പോൾ നടക്കേണ്ടാവശ്യം തിരിച്ചു പോകും. ഇങ്ങനെ 2-3 ദിവസം കാത്തിരിക്കും. 3 ദിവസം കൂടെ അത്രയും ദിവസം അവർ വന്നിട്ട് കാത്തു നിൽക്കുക. പിന്നീടാണ് ഇവർ ചെല്ലുന്നത്. ഒരു യഹൂദി അത് കണ്ട യഹൂദി വിളിച്ചു പറഞ്ഞു, അറബികളെ, മുസ്ലിങ്ങളെ, നിങ്ങൾ ആരാണോ കാത്തിരുന്നത്, അദ്ദേഹം ഇതാ വരുന്നതെന്ന്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആയുധമൊക്കെ എടുത്ത് അവർ ആളെ സ്വീകരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കവിതയൊക്കെ പാടി സ്വീകരിച്ചു. താരവയിൽ നിതാ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വന്നിരിക്കുന്ന വഴകിലേക്ക്. അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംദിൽ മുത്താഇ, അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആയി ഞങ്ങൾ അരികത്തേക്ക് വരുന്ന നബിയെ, തീർച്ചയായും ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞു. അള്ളാഹുവിനോട് ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം അഥവാ കാലാകാലവും ഞങ്ങൾ ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ്. ജീത്ത മർഹബൻ യാ ഖൈറ ദാഇ, ഈ പരിശുദ്ധ മദീനയെ ശ്രേഷ്ഠമാക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, അവിടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞ് സ്വീകരിച്ച് കൊണ്ടുപോയി. പിന്നെ എല്ലാവരും അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള തിരക്കായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരും തിരക്കണ്ട, നിങ്ങളതിൻ്റെ മൂത്തുകാരൊക്കെ വിട്ടേക്ക്, എവിടെയാണ് മുട്ടുകുത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് ആ ഒട്ടകത്തിന് അറിയാമെന്ന് പറഞ്ഞു വിട്ടു. കുറേ നീട്ടി പറയേണ്ടത് ഞാൻ പറയുന്നില്ല. അങ്ങനെ പോയി. അങ്ങനെ ഖുബാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒട്ടകം അവിടെ മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയില്ല, ശങ്കിച്ചു നിന്നു. പിന്നെ അത് അവിടെ എഴുതിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പിന്നോട്ടൊന്ന് തിരിഞ്ഞു വന്നിട്ട് അവിടെ തന്നെ വന്ന് കിടന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. നമുക്ക് ഇവിടെയാണ് ഇറങ്ങാനുള്ളത്, എവിടെയാണ് ഇറങ്ങേണ്ടത് ഒട്ടകത്തിന് അറിയാം. എന്തായാലും സംഭവം എന്ന് അറിയാമോ? ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചു, ഈ മദീന എന്ന് പറഞ്ഞ വിജനമായ സ്ഥലമായിരുന്നു ആദ്യം. ഫ്ലാഗ് ഓഫ് പിടിക്കുന്ന പണ്ടത്തെ ഇങ്ങനത്തെ ചില രാജ്യങ്ങൾ അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ യാത്രക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. നല്ല ഈത്തപ്പഴം കിട്ടും, ഏപ്പത്തിൻ്റെ കാടാണ്, നല്ലപോലെ വെള്ളമുള്ള പ്രദേശമാണ്, ഒട്ടകത്തിന് തീറ്റിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. 70 പേരടങ്ങുന്ന ജൂത പണ്ഡിതന്മാരുടെ സംഘം വരെ യാത്ര ചെയ്ത് വന്നു. അവിടെ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കും. ഒരാൾ പറഞ്ഞു, അല്ല, വരാൻ പോകുന്ന പ്രവാചകൻ നാട്ടുകാരെ പുറത്താക്കുമ്പോൾ അഭയാർത്ഥിയായി വന്ന് താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ചിത്രം നമ്മളെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നീണ്ട മല, വഴുതുമല ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഈത്തപ്പനകൾ കാണിച്ചു കൊടുത്തു, ഇവിടുന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ശരിയാണ് ശരിയാണ്. കാരണം ബുക്ക് പറഞ്ഞ ഓർമ്മ അവർക്കുണ്ട്. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ അവർ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു കാരണവർ പറഞ്ഞു, ഞാൻ വരുന്നില്ല. കാരണം ആ നബി വരുമ്പോൾ ഞാനുണ്ടെങ്കിൽ എൻ്റെ അകത്ത് വരലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം, അല്ലെങ്കിൽ എൻ്റെ സന്താന പരമ്പരയിൽ ആർക്കെങ്കിലും ഞാൻ നിങ്ങളോട് വരുന്നില്ല, ഞാൻ താമസിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ജൂത അധിനിവേശം അയാൾ മുഖേന നടന്നു. ആ മഹാപണ്ഡിതൻ മുഖേന. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒട്ടകം വിട്ടുവെച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ വാത്സല്യപൂർവ്വം താമസിച്ചു. അങ്ങനെയാണ് പിന്നെ കഥ. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇന്നുള്ള മസ്ജിദ് നബിയുള്ള സ്ഥലത്തേക്ക് വന്നതും അവിടെ പള്ളി ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തും അവിടെ റൂം ഉണ്ടാക്കിയും താമസിച്ചൊക്കെയുള്ള അങ്ങനെ ചരിത്രങ്ങൾ പോവാണ്. ഹിജറയുടെ ഒരു ചെറിയ രൂപമാണ്. രൂപം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ത്യാഗം? നിരവധി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് നിന്ന് ത്യാഗം അനുഭവിച്ചുകൊണ്ട് പോകുന്നതാണ് യഥാകാം, കുറച്ച് സമയത്തേക്കാകാം, ദീർഘകാലത്തിനുമാകാം. അബസീനിയയിലേക്ക് ആൾക്കാർ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ആദ്യം തന്നെ പഠിച്ചവൻ നമുക്കൊരു രൂപരേഖ തന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അൻസാർ, ആദ്യ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു പോയവരും
അവരെ സഹായിക്കാൻ വേണ്ടി, പ്രവർത്തനം സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായ അൻസാറുകൾ, അവരെ ആത്മാർത്ഥമായി പിൻപറ്റുന്നവരും, അവർക്ക് അള്ളാഹുവിന് സംതൃപ്തിയുണ്ട്. ആ അള്ളാഹുവിന്റെ സംതൃപ്തി അവൻ നിറവേറ്റുമ്പോൾ അവർക്കും സംതൃപ്തി ഉണ്ടാകും. അള്ളാഹു മറന്നു തന്നെ അവർക്ക് അള്ളാഹുവിനെ പറ്റിയും സന്തോഷമുണ്ട്. അള്ളാഹു അവർക്ക് നിരർഗളമായ നദികൾ ഒഴുകി സുഭിക്ഷമാക്കുന്ന ആരാമങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ എക്കാലത്തേക്കും അവർ താമസിക്കുന്നവരായിരിക്കും. അതാണ് കേട്ടോ വലിയ വിജയമെന്ന് അള്ളാഹു ഉറപ്പെടുത്തുക. അതുകൊണ്ട് ആ പ്രവർത്തന ശൈലി പഴയ കാലത്തൊക്കെ നമ്മളാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശൈലിക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ പഴയത് മറന്നുപോയിട്ടുണ്ട്. പഴയ പൊന്നാനിയിലെ ആൾക്കാർ ഇവിടെ ദീൻ പരിശ്രമിച്ചപ്പോൾ എല്ലാ മലപ്പുറം ജില്ലയിലെ മുക്കുമൂലകൾ, ചില പ്രദേശത്ത് 72 മൂല 80 മൂല എന്നൊക്കെ പറയും, അവിടെ എല്ലാം ഇസ്ലാം ദീനെത്തി. എങ്ങനെ എത്തി? അവിടെ പഠിപ്പിക്കാണ്, നിസ്കാരം ചെയ്ത് പഠിപ്പിക്കാൻ, അങ്ങനെ പഠിപ്പിക്കാൻ. അവിടെ നിന്ന് ആൾ വരില്ലായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കും. ഇങ്ങനൊരു കണക്ഷൻ ആയിരുന്നു ആ മർക്കസുമായിട്ട്, പൊന്നാനിക്കാരനായിട്ട്. അതൊക്കെ ഇന്ന് നമ്മൾ മറന്നുപോയി. വീടുകളിൽ വായിക്കാൻ വേണ്ടി അറബി കിതാബ് തെർജമ ചെയ്ത് കൊടുത്തത് വായിപ്പിക്കും, ഭക്തിയോടെ വായിപ്പിക്കും, ഖുർആൻ ഓദിക്കും, അങ്ങനെയൊക്കെയാണ് അന്ന് എഴുതാക്കുക. പിന്നെ സ്ഥാപനം സംഘടനയൊക്കെ വന്നപ്പോൾ സംഘടനം സ്ഥാപിതാക്കൾ വന്നുപോയി. ഉള്ളത് നല്ല തന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഹിജറയുടെ അടിസ്ഥാന സ്വഭാവത്തിലൂടെയാണ് നമുക്ക് ഇതിലുണ്ടാകുന്നത്. ഹജ്ജിന് പോകുന്ന ഒരു ഹിജറയാണ്. ഹജ്ജ് പോയി തിരിച്ചു വരും. പഴയ കാലത്ത് 6 മാസം അല്ല കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. അവൻ ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ നല്ല സാഹിത്യങ്ങളും ഫുഖഹാക്കളൊക്കെ മാറായിരുന്നു. വഴിയിലൊക്കെ വെച്ച് താലീം നടക്കും, മസല പഠിക്കും, ദീനെ പഠിക്കും, നല്ല പണ്ഡിതന്മാരും ഭക്തന്മാരുമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഹിജറയുടെ ഉദ്ദേശം ഇതാണ്. ഇപ്പോൾ മാലിക് ഇതാണ് സൂറത്തുൽ കഹ്ഫിൽ 5-8 പേരുടെ കഥ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നും പറ്റാത്ത ചെറിയ കുട്ടികളാണ്. സമൂഹത്തിൽ അവരാരുമല്ല. പക്ഷേ ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹു, അവനല്ലാതെ മറ്റുള്ളവരെ വിളിക്കാനും ആരാധിക്കാനും പറ്റുമോ? അത് തെറ്റായൊരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അതവിടെ പറയാൻ പറ്റാത്ത കാലമായതുകൊണ്ട് അവർ ഒരു സൗകര്യമുള്ള സ്ഥലം തിരഞ്ഞ് പോകുമ്പോഴാണ് ഒരു കൃഷിക്കാരനെ കണ്ട് അയാൾ നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടാ കുട്ടികളെ പോകുന്ന വെച്ചത് അവർ ഈ സാര്യം പറഞ്ഞു, അള്ളാഹിനെ പറ്റി പറഞ്ഞ ആൾക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ നിങ്ങൾ കൂടെ വരാൻ തോന്നും. ഇതിൻ്റെ അടുത്തൊരു ഗുഹയുണ്ട് എന്ന് പറഞ്ഞ അഹ്ലുൽ കഹ്ഫ് എന്ന് പറയുന്ന ആൾക്കാർ അവരായി. ആ ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വാളാന്ന് വിചാരിച്ചാൽ അല്ല, അതൊരു വീടാണ്. 3-4 മുറിയുള്ളൊരു വീടാണ്. കിടക്കുന്ന മുറി, അപ്പുറം ഇപ്പുറം മുമ്പിലും ഓരോ മുറി, ഒരു മലേൻ്റെ ഉള്ളിൽ. ശരി, അതിൽ അവർ താമസിച്ചു. 300 വർഷം ഉറങ്ങിയതുമായ കഥകളൊക്കെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം അത് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശ്രേഷ്ഠമാണ്, പാഠമാണ്. നഹ്നു ഖുസ്സ അലൈക നബഉ ബിൽ ഹഖ്, സത്യസന്ധമായ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള, അവർ റബ്ബിൽ വിശ്വസിച്ചിട്ടുള്ള കുറച്ച് യുവാക്കന്മാരാണ് അവരെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല തന്നെ ആ സംഭവം അതിൽ പറയുന്നുണ്ട്. അത് അവർ ചെയ്ത് അവരെ വീട് ചുറ്റുപാടും വിട്ടിട്ട് അവർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ, ഇൽമു പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തെരഞ്ഞു പോയതായിരുന്നു. ഇങ്ങനെ പോകുന്നതിന് 100 ആളെ കൊന്ന ഒരാളെ സംബന്ധിച്ച് ഹദീസ് സഹീഹ് വരുന്നുണ്ട്. അയാൾക്ക് പശ്ചാത്താപം ഉണ്ടോന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് പശ്ചാത്താപമില്ല, ഒരാളെ കൊന്നാൽ തന്നെ നരകത്ത് പോകുന്നല്ലേ. അവൻ വേറെ ആളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപം അള്ളാഹുവിനെ സ്വീകരിക്കേണ്ടത് നിങ്ങൾ സ്വീകരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ നാട്ടിൽ തന്നെ നിങ്ങൾ എന്നാൽ ഇനി 101-ാമത്തെ കൊല നടന്നു പോകും, അതുകൊണ്ട് നല്ല നാട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുന്നത്. അത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ അങ്ങനെ പോകുമ്പോൾ കുറച്ചടുത്തപ്പോൾ അയാൾ വീണ് മരിച്ചുപോയിന്നാണ്. സഹിഹ ഹദീസാണ്. അപ്പോൾ മലക്കുകൾ വന്നു അദ്ദേഹത്തിന് റൂഹ് കൊണ്ടുപോകാൻ. നല്ലവരും അല്ലാത്തവരും വന്നു. അവർ തമ്മിൽ തർക്കമായി. നല്ലവർ പറഞ്ഞ് ഇദ്ദേഹം പശ്ചാത്തപിച്ച് നല്ല മനുഷ്യൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. മറ്റൊരു പറഞ്ഞ് ഇയാൾ കുറേ ആൾ കൊന്നാണ്, ഇന്നലെ നല്ല പണ്ഡിതനും കൂടി കൊന്ന ആളാണ്, അവിടെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹു തആല വേറൊരു മലക്കിനെ അയച്ചു. അദ്ദേഹം പഞ്ചായത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് തീരുമാനത്തിലെത്താം. ഇയാൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള ദൂരമാണോ കൂടുതൽ, അതല്ല പുറപ്പെട്ടെടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണോ നടന്ന് പരിശോധിക്കാം. പുറപ്പെട്ടെടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് കൂടുതലെങ്കിൽ ഇയാൾക്ക് പോകേണ്ടത് അടുത്തു നിന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ, നല്ല മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ നരകത്തിലേക്ക് കൊണ്ടുപോകട്ടെ തീരുമാനമായി. അങ്ങനെ അളന്നു നോക്കുമ്പോൾ ഹദീസിൽ പറയുന്നു, ഇയാൾ അധികം പോയിട്ടില്ല, കുറച്ച് പോയപ്പോൾ തന്നെ വീണ് മരിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ താഴെ ഭൂമി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്തെ ഭൂമിയോട് വികസിച്ച് നിൽക്കാനും അപ്പുറത്ത് സൃഷ്ടിച്ച് നിൽക്കാനും പറഞ്ഞു. അങ്ങനെ അടക്കത്തിൽ ഇവർക്ക് ബോധ്യപ്പെട്ടത് ഇയാൾ കുറെ അധികം പോയിട്ടുണ്ടെന്നാണ്. ആ വ്യത്യാസം പിടിച്ച ഒരാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇയാൾ പോയില്ലായിരുന്നു, നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ഹിദായത്തും തെരഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പോകുന്നതാണ് യഥാർത്ഥമായ ഹിജറ എന്ന് ഈ കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പറയുന്ന അർത്ഥമല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ഹിജറയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആലിമ്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്നിട്ട് പണ്ഡിതനായതാണ്. എല്ലാം അങ്ങനെയാണ്. നമ്മൾ മറന്നു പോയിട്ട് വേണ്ട, പുറത്ത് പോയി പഠിക്കണം. അത് തേടി പോകുന്നതിന് വലിയ പദവിയുണ്ട്. അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹു ഈ ഹിജറയുടെ പ്രാധാന്യം മനസ്സിലാക്കി. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഒരു സമൂഹത്തിന് സ്വയം പര്യാപ്തമായ ഒരു ജനതയ്ക്ക് ഒരു കലണ്ടർ ഇറവണം. അത് അവർ കണ്ടെത്തും. അതിന് അടിസ്ഥാനം എന്താണ്? ഏറ്റവും വലിയ ഒരു സംഭവം, എല്ലാവരും അറിയുന്ന, നിഷേധിക്കാൻ കഴിയാത്ത ഒരു സംഭവത്തിന് മുതൽക്കാണ് പറയാം. ഉദാഹരണമായിട്ട് ക്രിസ്താബ്ദം 2000
ആഗസ്റ്റ് 28 നമ്മളിങ്ങനെ പറഞ്ഞു വരാം. ബ്രിട്ടീഷുകാരുടെ ഭരിച്ചതുകൂടെ ആ തീയതിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഓർക്കുന്നത്. ആ വ്യത്യാസം വന്നത്. അതിന് മുമ്പൊക്കെ ഹിജറ നമ്മൾ പറയാനുണ്ടായി. അത് ഏതായാലും തിരക്കുള്ള തീയതി ഓർക്കാൻ മതിയല്ലോ, എത്ര വയസ്സായെന്ന് കൂട്ടാൻ പറ്റും കാര്യങ്ങൾക്കൊക്കെ നല്ല. അത് എല്ലായിടത്തും കാണാൻ പറ്റും. ഇവിടെ രണ്ടും കലണ്ടർ എടുത്ത് നോക്കിയാൽ 3-4 ഡേറ്റ് കാണും, വർഷങ്ങൾക്കാണ്. കൊല്ലവർഷം എന്നത് കാണാം. എന്താണ് ഈ കൊല്ലവർഷം? പലരും ഇത് ചിന്തിക്കാറില്ല. ചിലർ അത് ചോദിച്ചാൽ പറയാറില്ല. അങ്ങനത്തെ അവസ്ഥ. ഞാൻ പഠിച്ചത് ആധികാരികമായ ചരിത്രം വെച്ച് പഠിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നെ പറഞ്ഞു വിശേഷിച്ച് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു എൻ്റെ കാലഘട്ടം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് ഒരു സംഭവം ഉണ്ട്. അതുകൂടി പറയട്ടെ, നിങ്ങൾ പഠിച്ചോളൂ. ജീവിക്കുന്ന കാലത്ത് പല എതിർപ്പുകളും ഉണ്ടായി, പല ചോദ്യങ്ങളും ചോദിക്കും, പല വിവാദങ്ങളും നടക്കും. അങ്ങനെ ഒരു ദിവസം അവർ പറഞ്ഞു, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്, പടച്ചവന്റെ പ്രവാചകനാണെങ്കിൽ ആകാശമുള്ളത് യോജിക്കണ്ടേ? ഈ ചന്ദ്രനെ 14-ാം രാവിൻ്റെ അന്ന് പൂർണ്ണ ചന്ദ്രനെ പിളർത്തി 2ആയി കാണിച്ചു തരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നടക്കണ്ടേ? അത് കാണിച്ചു തന്നെ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ആ കോലാഹലത്തിന് മധ്യസ്ഥം വഹിച്ചിരുന്ന അദി ഇബ്നു ഹാത്തിം തായ് എന്ന് പറഞ്ഞ ധർമ്മിഷ്ഠനായ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായ രാജാവായ മകനാണ് അദി ഇബ്നു ഹാത്തിം. അദ്ദേഹം മുസ്ലിമായിട്ടൊന്നുമില്ല, പക്ഷേ ഇതിനിടയിൽ പറയാൻ മാത്രമുള്ള പക്വതയുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ എല്ലാവരും കേൾക്കും. അദ്ദേഹമാണ് മധ്യസ്ഥനായിരുന്നത്. അങ്ങനെ അബൂ ഖുബൈസ് മലയുടെ മുകളിൽ മക്കത്ത് വരെയുള്ള കയറാൻ വലിയ പ്രയാസം, പക്ഷെ കയറി എത്തിക്കഴിഞ്ഞാൽ നല്ല മൈതാനമാണ്. അത് പൊളിക്കപ്പെടുന്നതിന് മുമ്പ്, ചെറുതാക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മൈതാനമാണ്. അപ്പോൾ അവിടെ കൂടാൻ വേണ്ടി ഇത് കാണിച്ചു കൊടുക്കുക, അത് വിശ്വസിക്കാന്ന് പറഞ്ഞു. നല്ല നിലാവുള്ള രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചന്ദ്രനിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ചന്ദ്രൻ 2ആയി പിളർന്നു. ഒരു ഭാഗം കിഴക്കോട്ടും ഒരു ഭാഗം പടിഞ്ഞാറ്റും പോയി. പിന്നീട് വന്ന് പൂർണ്ണ ചന്ദ്രനായി നിന്നു. ഇപ്പൊ ശത്രുക്കൾ പലരും വിശ്വസിച്ചില്ല, ചിലർ വിശ്വസിച്ചു, ചിലർ ചേർ അവിടെ എത്തുന്നല്ലോ വിട്ടുവെങ്കിലും ഈ അദി ഇബ്നു ഹാത്തിം അപ്പോഴും മുസ്ലിമായിട്ടില്ല. പിന്നെ അദ്ദേഹം നബിയായിട്ട് കുറച്ചുകൂടി സമ്പർക്കം പുലർത്താൻ തുടങ്ങി. അദ്ദേഹത്തിന് ക്ലാസ് അങ്ങനെ കേട്ട ഒരു ദിവസം പറഞ്ഞു, സന്ന യമന്റെ തലസ്ഥാന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവൾ ഒന്നും പേടിക്കേണ്ടി വരില്ല, ഒരു അന്യ സ്ത്രീനെ നോക്കാൻ പോലും ആരുണ്ടാത്ത സമാധാനം കഴിയുന്ന സാധനം ഇവിടെ വരുമ്പോൾ. അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു, ഇത് നടക്കാൻ പോണ കാര്യമല്ല, വേറെ എന്ത് പറഞ്ഞാലും. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ആ ഭാഗത്ത് താമസിക്കുന്ന കുറേ വലിയ കൊള്ളക്കാരുണ്ട്, അവരാരും വിടുന്നവരല്ല, നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പോലെ നിസ്ലാശത്തിൽ പറഞ്ഞു, സിറിയയുടെ വെള്ള കൊട്ടാരം എൻ്റെ ആൾക്കാർ ഫത്ഹാക്കും, ചെറിയൊരു സംഘം, അത് തീരെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എന്നാൽ നീ ആ കൂടുതലുണ്ടാവെന്ന് പറഞ്ഞു. അങ്ങനെ കാലം കഴിഞ്ഞ് അദ്ദേഹം മുസ്ലിമായി. ഇസ്ലാം മതത്തിൽ നിന്ന് നിങ്ങളുടെ നബി വഫാത്തായി ഖലീഫയുടെ കാലത്ത് പുറത്തേക്കൊക്കെ ഇസ്ലാം പ്രചരിച്ച് സിറിയ ഫത്ഹായി. അപ്പൊ അങ്ങനെ പോയിട്ട് ഒരു ചെറിയൊരു സംഘം, ഈ അദ്ദേഹം അടങ്ങുന്ന ഒരു സംഘം നാട്ടിന്റെ പരിചയമില്ലാത്ത ഭാഗത്തൂടെ ഇങ്ങനെ ഒരു മലന്റെ അടുത്തൂടെ ഇങ്ങനെ പുറത്തേക്കാട് ചെന്ന് നോക്കുമ്പോൾ ഒരു പുഴവക്കത്താണ് കിടത്തിയത്. പുഴയുടെ അപ്പുറത്ത് വെള്ളക്കൊട്ടാരം വെയിലിട്ട് അങ്ങനെ മിന്നാണ്. ഉടനെ തെക്കുബീർ ചെയ്തു പടച്ചവനെ. അങ്ങനെ ആ സംഘമാണ് അത് പാടി. അതിൽ ഇപ്പറഞ്ഞ അദി ഇബ്നു ഹാത്തിം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാം, ഈ അദി ഇബ്നു ഹാത്തിം അന്തി ഉറങ്ങുന്നത് നമ്മുടെ കേരളത്തിലാണ്, കണ്ണൂർ ജില്ലയിലുണ്ട്. കൂടുതൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എവിടേക്കാണ്. 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിജറ 74 അദ്ദേഹം മരിച്ചു. വയസ്സതാണെന്ന് ഹിജറ 74 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂട്ടുകാർ 2-3 കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ സംഭവം ഒരു കലണ്ടർ ഇറവാണെന്നുള്ളത് എങ്ങനെ വന്നു? കൊല്ലവർഷം. ഈ ചന്ദ്രൻ പിളർന്ന സംഭവം പലയിടത്തും കണ്ടു, ഇന്ത്യയുടെ പല ഭാഗത്തും കണ്ടു. ഒരു 5-8 സ്ഥലത്ത് കണ്ട ഇവർ എൻ്റെ തന്നെ ഉണ്ട്. കേരളത്തിൽ കണ്ടു, പലരും കണ്ടു. 1921 ലഹളയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഹിന്ദു സംഘടനയുടെ നേതാവ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അയാൾ ഒരു അമ്പലത്തിൽ എഴുതി വെച്ചത് കണ്ടു. ചന്ദ്രൻ നിന്ന് പിളർന്ന് പിന്നെ തമ്മിൽ കൂടി എന്നുള്ള സംഭവം എഴുതി വെച്ചത് കണ്ടു എന്ന് ജഗദ്ഗുരു എന്ന പേരിൽ നബിയെപ്പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഒന്നുകളിലും ധാരാളം തെളിവുകളുണ്ട്. ലോകത്തിന്റെ സാക്ഷിയാണല്ലോ, ലോകത്തിന്റെ തെളിവുകളിലൂടെ വന്ന ആളാണ് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനാണെന്ന് പഠിച്ചാൽ വേഗം മനസ്സിലാവും. വിരോധം മാറ്റിവെച്ച് നമ്മളൊന്ന് പരിശോധിക്കുന്ന ഇതിലൊന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് ബോധം വരും. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു എതിർ ശബ്ദവും കേൾക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായി ജീവിച്ച് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹരിച്ചു വന്ന ആള് വലിയ കള്ളനാണെന്നും ചതിയനാണെന്നും എന്തൊക്കെയോ പറയണമോ അതൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ച് നാട്ടിൽ പുറത്താക്കുമ്പോൾ ആ പീഡനം വല്ലാതൊരു പീഡനമാണ്. അതാണ് മറ്റു പ്രവാചകന്മാർ വലിയ പീഡനം ഞാനാണ് സഹിച്ചത് മനസ്സിലാക്കാൻ പറയുന്നത്.
ബനി ഇസ്രായേൽക്കാർ ശപിക്കപ്പെടാനുള്ള കാരണം ഖുർആനിൽ പറഞ്ഞെടുത്ത് ഖത്ലിഹിമുൽ അംബിയ, പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞതാണ് ഒരു കാരണം പറഞ്ഞത്. നിരവധി പ്രവാചകന്മാരെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സംഭവം പറഞ്ഞു. അപ്പോൾ ഇത് പുതിയ സംഭവം ഒന്നുമല്ല, പ്രവാചകന്മാർക്കും അനുയായികൾക്കും എവിടെയും ഇത് വരും. പക്ഷെ എന്താണ് ഇതിൻ്റെ സാരം? പെട്ടെന്ന് മരിച്ചു കിട്ടിയാൽ നേരെ സ്വർഗത്തിലേക്ക് പോവാം ഈമാനോടെ മരിക്കുമ്പോൾ. മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ പറഞ്ഞു, ദൗറെ ഹയാത്ത് ആയക കാത്തിൽ കസാക്കബാസ്, അല്ലയോ അക്രമിയ രാജാവേ, നിന്റെ തീരുമാനം നടപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ഖത്ലെ ഹുസൈൻ അസ്ലിമേ മർഗെ യസീദ് ഹേ, ഇസ്ലാം ജിന്ദാ ഹോത്താ ഹൈ അർക്കർ വലാ കബാദ്. ഹസ്രത്ത് ഹുസൈനെ കൊന്ന യസീദാണ് മരിച്ചത്, കൊന്നതുകൊണ്ട് യസീദ് മരിച്ചില്ല. ഇതുപോലെ ഓരോ കർബലയ്ക്ക് ശേഷം ഇസ്ലാം ജീവിക്കും. നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കിയാലും അവിടെ ഞങ്ങൾ ജീവിക്കുകയാണ് ചെയ്യുക, ആരും പതറിപ്പോവുകയില്ല. ഇന്ന് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും 21 വയസ്സായ പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടെന്ന് പറയുന്നു. ക്രിസ്ത്യാനിയും എന്തും വിവാഹം നടത്തിയ ഒരു പ്രശ്നമില്ല, മുസ്ലിം വിവാഹം നടത്തിയാൽ ജയിലിൽ പോകണം. ഇങ്ങനെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും മുസ്ലിം പേടിക്കില്ല, പേടിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അതൊക്കെ പടച്ചൻ ഗുണത്തിന് വേണ്ടി തരുന്ന ചില ഗുണങ്ങളാണ്. പേടിക്കേണ്ടത് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ മരിച്ചാൽ ഇവിടുത്തെ തീർന്നു, പിന്നെ അവിടുത്തെ തുടങ്ങുകയാണ്, അത് അവസാനിക്കൂല. കടുത്ത നരകശിക്ഷയും യാതിനൊക്കെ ഇതിനെ ചോദിക്കാൻ അവിടെ ആളുകൾ. അതുകൊണ്ട് എല്ലാവരും ഉണരണം. അത് ഈ ശബ്ദം ഭരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ പരിമിതി കാരണം വിഷയത്തിന്റെ വൃത്തിതി കൊണ്ടും ഞാൻ